दशकों तक कांग्रेस ने देश में यही खेल खेला। कांग्रेस ने तुष्टीकरण के लिए कानून बनाए, सुप्रीम कोर्ट के आदेश तक की परवाह नहीं की। इसका एक उदाहरण वक्फ बोर्ड है। दिल्ली के लोग तो चौंक जाएंगे। हालात ये थी कि 2014 में इन लोगों ने सरकार से जाते जाते दिल्ली के आसपास की अनेक संपत्तियां वक्फ बोर्ड को सौंप दी थी। बाबा साहब आंबेडकर जी ने जो संविधान हमें दिया है ना, जिस संविधान की रक्षा के लिए हम प्रतिबद्ध है, संविधान में वक्फ कानून का कोई स्थान ही नहीं है। നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഭരണഘടനയിൽ വഖഫ് നിയമത്തിന് വ്യവസ്ഥയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ തെളിവാണ് വഖഫ് ബോർഡ്. 2014 ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ഡൽഹിയിലെ ഒട്ടേറെ സ്വത്തുവകകൾ വഖഫ് ബോർഡിന് കൈമാറി. നെഹ്റു കുടുംബത്തിന് വോട്ട് ബാങ്ക് വളർത്താനുള്ള ഉപകരണം മാത്രമാണ് വഖഫ് എന്നും പ്രധാനമന്ത്രി. നാളെ ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ പരാമർശത്തെ അതീവ ഗൗരവത്തോടെ നോക്കിക്കാണാനാവൂ. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് VR അനൂപ്, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ, RJD നേതാവ് സലീം മടവൂർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് അനൂപ്, രാജ്യത്ത് വെറുപ്പ് വളർത്താൻ കോൺഗ്രസ് നിയമനിർമ്മാണം വരെ നടത്തിയതിന് ഉദാഹരണമാണ് വഖഫ്. അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ അങ്ങനെയൊരു സംവിധാനമുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സാണ് വഖഫിന് അമിതാധികാരം നൽകിയത്. അതുവഴി അവർ ഭരണഘടനയെ അവഹേളിച്ചു. കോൺഗ്രസിൻ്റെ വിഘടന രാഷ്ട്രീയം വഴി നിരവധി ഭൂമി വഖഫ് ബോർഡ് കൈവശപ്പെടുത്തി. സാമൂഹിക നീതിക്ക് എതിരാണ് വഖഫ് നിയമം. ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ പരാമർശത്തെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ നിരവധി പ്രസ്താവനകൾ കേട്ടിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ആ അർത്ഥത്തിലൊരു പുതുമയോ അത് ജനിപ്പിക്കുന്നില്ല. അത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഒരു എന്തെങ്കിലും സന്തോഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഭരണഘടനയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൃത്യമായൊരു പ്രതീക്ഷിക്കപ്പെട്ട ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റാൻ പദ്ധതിയിട്ടിരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായ ബഹുമാന്യനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഭരണഘടനയെ കുറിച്ച് അങ്ങനെയെങ്കിലും സംസാരിക്കുന്നത് സന്തോഷകരമാണ്. പിന്നെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആരാണ് ഈ രാജ്യത്ത് വെറുപ്പ് പടർത്തുന്നത്, വിഭജനത്തിന്റെ ഡിവൈഡിന്റെ രാഷ്ട്രീയം ആരാണ് പ്രയോഗവൽക്കരിക്കുന്നതെന്നൊക്കെ വളരെ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയായി നമ്മൾ കാണേണ്ടത് അത് യൂറോപ്യൻ പശ്ചാത്തലത്തിലുള്ള മതവിരുദ്ധമായ സെക്കുലർ ആശയമല്ല, മറിച്ച് എല്ലാ മതങ്ങളെയും പരിഗണിക്കുന്ന ഒന്ന് എന്നുള്ള തരത്തിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഭരണഘടന തന്നെ വികസിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ സ്വാധീനിച്ച ആശയ മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും ആശയങ്ങൾ അത് കടം കൊണ്ടിട്ടുണ്ട്. ഒരു ബുദ്ധമതത്തിൽ നിന്ന്, അതുപോലെ പ്രാചീന ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന്,
മറ്റു മതങ്ങളിൽ നിന്നൊക്കെ എല്ലാ മൂല്യങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മളുടേത്. എന്ന് മാത്രമല്ല, ലോകത്തെ മതസ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉറപ്പു നൽകിയ അംബേദ്കർ പോലും പിന്നീട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങളെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നതിനകത്ത് സാങ്കത്യമില്ല എന്ന് മാത്രമല്ല, അത് അബദ്ധജടിലവുമാണ്. ഇനി അംബേദ്കർ പ്രതിനിധീകരിക്കുന്ന ആശയമണ്ഡലത്തോട് ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നും ആരും കരുതുന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് വഖഫ് പോലുള്ള നിയമം പ്രസക്തി എന്നുള്ളതാണ്. വിഭജിക്കും അവിടെ പാകിസ്ഥാൻ ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞതിന് ശേഷവും ആരുടെ കൂടെ നിൽക്കണം, നിങ്ങളുടെ മാതൃഭൂമി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യയെ ഓപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ജനസഞ്ചയം. അവർ ഇവിടുത്തെ മറ്റാരേക്കാളും ഈ രാജ്യത്തോട് രാജ്യക്കൂറ് പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും ഈ രാജ്യം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ്. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, വിഭജനത്തിന്റെ സമയത്ത് ഈ രാജ്യത്തെ ഏത് പൗരന്റെ മുന്നിലും ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ കൂടെ പോകണോ പാകിസ്ഥാന്റെ കൂടെ പോകണോ എന്നുള്ളത്. പക്ഷെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഇന്ത്യയുടെ കൂടെ നിലയുറപ്പിക്കാൻ ഇന്ത്യയുടെ ഭാഗമായി നിന്ന ആളുകളാണെന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ തുടക്കം മുതൽ വളരെ കൃത്യമായി ഈ രാജ്യത്തിന്റെ രൂപീകരണത്തിൽ പങ്കുള്ള, ഈ രാജ്യത്തിന്റെ ഭാവിയും ഭാഗതയും നിർമ്മിക്കുന്നതിൽ വലിയ പങ്കുള്ള ഒരു ജനസമൂഹമാണ്. ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ജനതയ്ക്ക് അതിന്റെ ഉറപ്പ് നൽകപ്പെട്ട കരാറുകളിൽ ഒന്നാണ് ഇത്തരം അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരേ സമയം ഇന്ത്യക്കാരനായും മുസ്ലിമായും തുടരുക, അവരുടെ സ്വത്തുവകകൾ ആ അർത്ഥത്തിലുള്ള വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരാശരി വിശ്വാസിയുടെ ഭാഷ. സർവമത സമഭാവനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. സർവമത സമഭാവന കോൺഗ്രസ് നാഴികക്ക് 40 വട്ടം ആവർത്തിക്കുന്നതും അത് തന്നെയാണ് അല്ലെ? നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അതാണ്, സർവമത സമഭാവന അല്ലെ? അങ്ങനെയാണ്. പക്ഷെ അതാണ് അതിനെ സതുദ്ദേശപരമായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ ഇത്തരം ഒരു നിയമത്തെ തള്ളിപ്പറയല്ലേ വേണ്ടത്? അല്ലല്ലോ. ഇവിടെ ഇപ്പൊ ദേവസ്വം എന്ന് പറയുന്നത് എന്താ? ദേവന് സമർപ്പിക്കപ്പെട്ട ഭൂമി എന്നുള്ളതാണ് ദേവസ്വം എന്ന് പറയുന്നത്. അതുപോലെ ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട ഭൂമി എന്നുള്ളതാണ് വഖഫ് എന്നതിന്റെ അർത്ഥം. വഖഫ് ബോർഡിനെയും ദേവസ്വം ബോർഡിനെയും താങ്കള് ഒരേ തുലാസിലാണോ തൂക്കുന്നത്? കൃത്യമായി 2 വിശ്വാസ പ്രമാണങ്ങളാകുമ്പോൾ അതിനകത്ത് അതിൻ്റെതായ വഖഫ് ബോർഡിന്റെ അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കണമെന്ന് പറ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് പറയാത്തത്? വഖഫ് നിയമം അനുസരിച്ചല്ലേ വഖഫ് ബോർഡ്, ദേവസ്വം ബോർഡ് ദേവസ്വം നിയമം അനുസരിച്ചല്ലേ? അതെ. അപ്പൊ താരതമ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. ഇത് വഖഫ് ബോർഡുകളുടെ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് നിലനിന്നിരുന്ന മുഹമ്മദൻസ് ലോയുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇതിനെ കാണേണ്ടത്. അത് കോൺഗ്രസ് കൊണ്ടുവന്ന ഒന്ന് എന്നുള്ള നിലയ്ക്കല്ല അതിനെ കാണേണ്ടത്. പിന്നെ ഈ പറയുന്ന വഖഫ് നിയമത്തെ നമ്മൾ എങ്ങനെയാണ്, അത് ചരിത്രപരമായി രൂപപ്പെട്ട ഒന്നാണ്. കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ അധികാരം ഏൽപ്പിക്കുന്നു, കുറച്ച് സ്വത്തുക്കളൊക്കെ വഖഫ് ആക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ. വഖഫ് രൂപപ്പെട്ട ഒരു ചരിത്ര പ്രക്രിയയുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ഒന്നാണ്, ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ഒന്നാണ്, സ്വാതന്ത്ര്യ അനന്തരം നിലനിൽക്കുന്ന ഒന്നാണ്. അത് ഈ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഇത്തരം സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കപ്പെട്ട, പലപ്പോഴും അന്യാധീനപ്പെട്ട പശ്ചാത്തലത്തിൽ അതൊരു ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് വഖഫ് ബോർഡിന് എല്ലാ പരമാധികാരവും നൽകിയത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് UPA സർക്കാർ അല്ലേ? വഖഫ് ബോർഡിന് എല്ലാ പരമാധികാരവും നൽകി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ബോർഡിനകത്തെ ഏറ്റവും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന വ്യവസ്ഥ എന്താ? ഈ രാജ്യത്ത് ഒരു നിയമം നടപ്പിലാകുമ്പോൾ അതിനകത്ത് മുൻകാല പ്രാബല്യം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് തന്നെ നാച്ചുറൽ ലോയ്ക്ക് വിരുദ്ധമാണ്. ഇപ്പോ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം എന്ന് പറയുന്നത് നടപ്പിലാക്കപ്പെട്ട തീയതി മുതലാണ് നിയമം. അത് നിയമത്തെ സംബന്ധിച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് ലോയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിനെ സംബന്ധിച്ച് ഏത് നിയമ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു നിയമവും ഏതൊരു രാജ്യത്ത് നടപ്പിലാക്കപ്പെടുമ്പോൾ അതിന് മുൻകാല പ്രാബല്യമില്ല. നടപ്പിലാക്കപ്പെട്ട ഏത് കോടതി വ്യവഹാരത്തിലും അങ്ങനെയാണ്. നടപ്പിലാക്കപ്പെട്ട
ദിവസം മുതലാണ് നിയമം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മറിച്ച് എന്താണ്, എത്ര നൂറ്റാണ്ട് പിറകിലേക്ക് പോയി വേണമെങ്കിലും നിങ്ങൾക്ക് ആ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് വൈരനിര്യാതന ബുദ്ധിയോട് കൂടി നിയമത്തിന്റെ പ്രാഥമികമായ മര്യാദകളെ പോലും ലംഘിച്ചുകൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണ്. സംഘപരിവാരത്തെ സംബന്ധിച്ച് അത്തരമൊരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിൽ അതിന്റെ പ്രവർത്തന ശൈലിയും പ്രത്യയശാസ്ത്രവും അറിയുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അത്ഭുതമില്ല. പക്ഷെ രാജ്യത്തിന്റെ ഇതിനകത്തൊരു കൗതുകം അവശേഷിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനെ ഭരണഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, വി ആർ രാജശേഖരൻ, വൈര നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് എന്നാണ്. ശ്രീ വി ആർ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ആരിഫ് ഹുസൈൻ, ഈ ചോദ്യം താങ്കളിലേക്ക് കൈമാറുകയാണ്. അല്ല, ഇതിലിപ്പോ നമ്മളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇത് ഭരണഘടന വിരുദ്ധമാണോ ഈ വഖഫ് നിയമം എന്നാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്. ഇവിടെ ഇപ്പോൾ സർവമത സമഭാവന എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ അതിന്റെ ഒരു ഇൻ ആക്ഷൻ എന്നുള്ള രീതിയിൽ ഒക്കെ അതിനെ എക്സംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വഖഫ് നിയമത്തെയൊക്കെ കൂട്ടുപിടിക്കുമ്പോൾ അതൊരു വലിയ തോൽവിയായിട്ട് മാറുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങൾ. അത് സെക്യുലറിസം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്നത് മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐഡന്റിറ്റിയുടെ പേരിൽ നിങ്ങളുടെ ലിംഗ, വർണ്ണ, അതല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിധേനയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാസ്റ്റ് റിസർവേഷൻ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ ഓർക്കണം. അപ്പൊ അത് ആർട്ടിക്കിൾ 14 അവിടെ വരുന്നു. ഇനി മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരു മതത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും വിധേനയുള്ള ഒരു അമിത സ്വാതന്ത്ര്യമോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫേവറിറ്റിസമോ അവിടെ കാണിക്കാൻ പാടില്ല എന്നുള്ളതും അവിടെ കാണുന്നു. പിന്നെ അതുകൂടാതെ ഒരു നിയമത്തിന്റെ മുന്നിലുള്ള ഒരു തുല്യത അവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം എടുത്ത് നമ്മൾ വഖഫ് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇതിൽ ഓരോന്നിലും വഖഫ് നിയമം അവിടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം എന്താണ്, ഇപ്പോൾ സർവ്വമത സമഭാവന എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തന്നെ ആശയമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സാധനം അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ സർവ്വമത സമഭാവന, ഓൾ ആർ ഈക്വൽ ബട്ട് സം മതംസ് ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന പോലെ ആയി പോവാണ് അവിടെ. എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം കൃത്യമായിട്ട് നമുക്ക് പറയാം, വഖഫ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ചില അധികാരങ്ങൾ അതിവിടെ ദേവസ്വം ബോർഡിനില്ല. അതിവിടുത്തെ ക്രിസ്ത്യൻ അവരുടെ ബോഡിക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനില്ല. ഏതെങ്കിലും ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അത് അവിടുത്തെ വിക്ടിംസിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അവകാശം, ഒരു അമിത അധികാരം അത് വഖഫിനേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡിനില്ല, അത് മറ്റേതെങ്കിലും സ്ഥലത്തിനില്ല. ഇനി അതിനകത്തൊരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് പോകുന്നതിന് പോലും തടസ്സം നിൽക്കുന്ന രീതിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദുരവസ്ഥ അത് ദേവസ്വം ബോർഡിനില്ല, അത് ക്രിസ്ത്യൻ സഭകൾക്കില്ല, അതിവിടെ വഖഫിനുണ്ട്. ഇനി ഇതിനകത്ത് ഒരു എൻക്രോച്ച്മെന്റ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്രിമിനൽ കുറ്റം ചാർജ് ചെയ്തുകൊണ്ട് ഒരാളെ ക്രിമിനൽ പ്രൊസീഡിങ്സിന് അവിടെ വിധേയനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു വഴി, അതിനുള്ളൊരു അവകാശം അതിവിടെ വഖഫ് ബോർഡിനുണ്ട്, അത് ദേവസ്വം ബോർഡിനില്ല, അത് മറ്റേ സാധനത്തിനില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോന്ന് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫേവറിറ്റിസം നമുക്ക് കാണാം. ഒരു മതത്തിനോടുള്ള ഒരു ഫേവറിറ്റിസം അവിടെ കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. 95 ഇത് കൊണ്ടുവന്നപ്പോഴും 2013 അമെന്റ്മെന്റ് നടക്കുമ്പോഴും ഈ ഫേവറിറ്റിസം അവിടെ വ്യക്തമാണ്. ഒന്നത്. ഇനി രണ്ടാമത്, ഇനി ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നു, മറ്റു മതങ്ങൾക്കില്ലാത്തൊരു ചില അമിത അധികാരങ്ങൾ അവിടെ കൊടുക്കുന്നു, അതിവിടെ വ്യക്തമാണ്. അപ്പൊ അതും ഭരണഘടനയ്ക്ക് വിരുദ്ധം തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭരണഘടന വിരുദ്ധമാണ് എന്ന് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഈ ചർച്ച വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇവിടെ തുടക്കത്തിൽ വരുന്ന സമയത്ത് ഇതിന്റെ ചർച്ച പോയിരുന്നത് ഇങ്ങനെയൊന്നുമല്ല, അമെന്റ്മെന്റ് വേണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യവും അതുപോലെ മോദി പറഞ്ഞു വെക്കുന്ന കാര്യവും ഒരുമിച്ച് എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ആദ്യ ഘട്ടത്തിൽ ഒരു അമെന്റ്മെന്റും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഒരു അബോളിഷനുമാണ് അവിടെ സിഗ്നൽ ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് കാര്യമായിട്ട് സംശയിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്,
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഈ ഒരു വിഷയം, ഇതിനകത്ത് ഭരണഘടന വിരുദ്ധമായിട്ടൊന്നുമില്ല, അതല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്ക് അവർ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് അവർക്കുള്ള അവകാശം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ധരിക്കുക എന്താണ്, ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പങ്കുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു മുസ്ലിം വിശ്വാസിയായി ജീവിച്ച എക്സ് മുസ്ലിമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയാണ്, ഇത് ഈ ഒരു സപ്പോർട്ട് അത് കുറയ്ക്കണം. ഇതൊരു സോഫ്റ്റ് ബിഗോട്ടറി ആണെന്ന് ഞാൻ പറയുള്ളൂ. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അമിത ഒരു പ്രത്യേക ഒരു കരുതലും പ്രത്യേകം ഒരു സഹായം കൊടുക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഏതൊരു വ്യക്തിയെ പോലെയും ഏതൊരു പൗരനെ പോലെയും എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അത് മാത്രമേ ഇവിടെ മുസ്ലിമിന് കൊടുക്കേണ്ടുള്ളൂ. നിങ്ങൾ എന്താ പറയാ, കൊഞ്ചിച്ച് ലാളിച്ച് തലയെ വെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ മുസ്ലിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു ആവശ്യമില്ല. തുല്യരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടടുത്ത് അത് പറയുന്നതിന് പകരം അവർ വളരെ പീഡിതരാണ്. എവിടെ പീഡിതരായിരുന്നു എന്നായി പറയണത്? അതായത് ഇന്ത്യയുടെ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഭരണവർഗമായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. മുഗളന്മാരുടെ ചരിത്രം മുതലൊന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ വരേണ്യ വർഗം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ ഡൈനാമിക്സിൽ പിന്നെ മാറി വരുന്ന കാലഘട്ടം, അതിൽ പോലും വളരെ കൃത്യമായ രീതിയിലുള്ള പൊളിറ്റിക്കൽ ബാർഗൈനിങ് നടത്തി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും മുറിച്ചെടുത്തുകൊണ്ട് പോകാൻ സാധിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് പോകാതെ നിന്ന കുറെ ആളുകളുണ്ട്, ശരിയാണ്. എന്ന് വെച്ചിട്ട് അവർക്ക് ഇതേപോലെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? നിങ്ങൾ അങ്ങനെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇന്ത്യയിലെ ഓരോ മൂലയിലും ഓരോ പാകിസ്ഥാൻ ഉണ്ടാക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിലെന്ത് ലോജിക്കാണുള്ളത്? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇപ്പൊ ബാക്കി ഏതായാലും പോയ ആളുകൾ കഴിച്ച് ബാക്കിയുള്ള ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവരെ തുല്യരായിട്ട് കാണണ്ടേ? അതിനുള്ള നിയമങ്ങളല്ലേ ഇവിടെ ഉണ്ടാക്കേണ്ടത്? അതിന് പകരം ഇതിനകത്ത് യൂണിഫോം സിവിൽ കോഡിന് എതിരെ നിൽക്കുന്നു, അതല്ലെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. എന്താണ് അതിന്റെ ആവശ്യം? ഇതാ നമുക്ക് മനസ്സിലാവാത്ത. ഇതിപ്പോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൊത്തം ചരിത്രത്തിൽ ഏറ്റവും ബാക്ക് ഫയർ ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മളെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗാന്ധിജി കൊണ്ടുവന്ന ഒരു സംഗതി. ഇന്ന് നമ്മളത് വായിക്കുമ്പോൾ, ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് പോവാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഖിലാഫത്തിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആവശ്യം ഇവിടെ ഉള്ളത്? ഇതിന് മാത്രം എന്താണ് അതിനകത്തുള്ളത്? ഒരു ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് നയിക്കേണ്ട ഒരു പ്രക്ഷോഭത്തിന്റെ ഇടയ്ക്ക് ഖിലാഫത്ത് എന്ന് പറയുന്ന സാധനം ഒരു ഫാഷിസം ആണെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയ ഗാന്ധിജി അതിന് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു. അവസാനം അത് ബാക്ക് ഫയർ ചെയ്യുന്നു. അത് 1921 കൊണ്ടെത്തിക്കുന്നു. ഇവിടെ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടക്കുന്നു. അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണോ അത് തുടങ്ങി വെച്ചത്, നേർ വിപരീതം എന്ന് പറഞ്ഞാൽ പോരാ, മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഡിവൈഡ് ഉണ്ടാക്കുകയും അതിനൊക്കെ തുടർന്ന് ഇവിടെ ഈ പറയുന്ന RSS പോലുള്ള സംഘടനകൾ പോലും രൂപീകരിക്കപ്പെടുന്നതിനുള്ള വഴിയിലേക്കല്ലേ അത് കൊണ്ടെത്തിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത വളർത്തും എന്ന് നമ്മൾ അടിവരയിട്ട് ആദ്യം സമ്മതിക്കണം. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇവിടെ ഇങ്ങനെ ഒരു ഭൂരിപക്ഷ വർഗീയത ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അത് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായത്, അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയും പുറത്തെടുക്കുന്നത് കാണുമ്പോൾ അതിനെ പാലൂട്ടി വളർത്തുന്ന പരിപാടിയല്ലേ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഓരോ അമെന്റ്മെന്റും ഈ വഖഫ് നിയമം തന്നെ അത്തരത്തിലുള്ള ഒരു സാധനമല്ലേ? ഇവിടെ ഷാബാനു കേസും നമ്മളെ ബാബറി മസ്ജിദിലേക്ക് കൊണ്ടെത്തിച്ച വിഷയങ്ങൾ അതും പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന അതല്ലേ. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് നിയമത്തിൽ പോലും അതല്ലേ കാണാനുള്ളത്. അപ്പൊ ഏത് വിഷയം നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സോഫ്റ്റ് ബിഗോട്ടറി, മുസ്ലിങ്ങളെ ഞങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവർ മുഴുവൻ ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കുമെന്നുള്ള ആ ചിന്ത ആദ്യം മാറ്റിവെക്കുക. അങ്ങനെയൊന്നുമില്ല. അവരിവിടെ പൗരന്മാരായിട്ട് ജീവിക്കാനുള്ള വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ത്രൈവ് ചെയ്തോളും. അങ്ങനെ ത്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും, ഒരു മുസ്ലിമാണ് ഞാനും. ഇന്ന് നമ്മൾ അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഈ ഐഡന്റിറ്റി സ്വീകരിക്കുകയാണ്, എക്സ് മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ സ്വീകരിക്കുകയാണ്. കാരണം എന്താണ്? ഇത് കണ്ടു മടുത്തിട്ടാണ്. ഈ രാഷ്ട്രീയക്കാരെ നടത്തുന്ന ഈ പോരാട്ട നാടകം ഇത് കണ്ടു മടുത്തിരിക്കുകയാണ്. മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ട് വോട്ട് ബാങ്കിന്റെ ആ ഒരു ഡീൽ ബ്രേക്കേഴ്സ് ആയിട്ട് നിർത്തുന്ന ഈ ഒരു കളിപ്പാട്ടം പോലെ കണക്കാക്കിക്കൊണ്ട് അവരെ ഇതുപോലെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ, മുസ്ലിങ്ങളെ ഇതേപോലെ കളിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അതൊക്കെ തുറന്നു പറയാന്നുള്ള ഒരു കൃത്യമായ ഉദ്ദേശം തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകളെ ഇതുപോലെയുള്ള ഈ എക്സ് മുസ്ലിം എന്നുള്ള ടൈറ്റിൽ പോലും മുസ്ലിം ആവേണ്ടി വന്നു അല്ലേ? അതെ, അല്ലാതെ ഇത് പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞാൽ നമ്മളെ, അതാണ് ഞാൻ പറയുന്നത്, അത് പറയാൻ കഴിയില്ല. അത് പറയുന്ന ആളുകൾ നിങ്ങൾ ഒന്നെങ്കിൽ സംഖ്യയാക്കും അല്ലെങ്കിൽ മാനവിക വിരുദ്ധനാക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ഈ സോഫ്റ്റ് ബിഗോട്ടറി നിർത്തണം. അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്. സലീം പടവൂർ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ ഒരു നിയമം അത് ഉണ്ടാക്കി ഒരു വിഭാഗത്തിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുന്നു. ഒരു ഭാഗത്ത് മതേതരത്വം, സർവ്വമത സമഭാവന എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഭരണഘടനയിൽ വഖഫ് നിയമത്തിന് വ്യവസ്ഥയില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്.
ഇത് കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ തെളിവ് തന്നെയല്ലേ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതും ഇത്തരം ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും? വഖഫ് എന്നല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാളുടെ സ്വത്ത് എന്ത് ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ മൗലിക അവകാശമാണ്. അയാൾക്ക് ആ സ്വത്ത് ദൈവത്തിന് കൊടുക്കാം, പാവപ്പെട്ടവന് കൊടുക്കാം, വിലക്ക് വിൽക്കാം, ഇതൊക്കെ ചെയ്യാം. ആ ഭരണഘടനയുടെ മൗലിക അവകാശത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ ഒന്നാമത് പുതിയ നിയമം വരുന്നത്. 5 വർഷം മുസ്ലിമായി ജീവിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഭൂമി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നേരത്തെ ഏത് മതക്കാരനും, ഈ ആരിഫ് ഹുസൈനും വഖഫ് ചെയ്യാമായിരുന്നു, ശ്രീ അനൂപിന് വഖഫ് ചെയ്യാം, അനിൽ നമ്പ്യാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വഖഫ് ചെയ്യാം, അതേപോലെ ചർച്ചിന് കൊടുക്കാം, ക്ഷേത്രത്തിന് കൊടുക്കാം, ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഇവിടെ ഇപ്പോ 5 വർഷം മുസ്ലിം ആയാൽ മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മറ്റ് മതങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇപ്പൊ പുതിയ നിയമം വന്നാൽ എനിക്ക് ചർച്ചിന് ഭൂമി കൊടുക്കുന്നതിന് തടസ്സമല്ല, ദേവസ്വത്തിന് എന്റെ കയ്യിൽ 10 സെന്റ് ഭൂമി ഉണ്ട്, എനിക്ക് കൊടുക്കാം. പക്ഷേ എനിക്ക് വഖഫ് ബോർഡിന് കൊടുക്കാം, 3 കൊടുക്കാം മുസ്ലിമിന്. അതേസമയത്ത് ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കുന്ന ആൾക്ക് അയാൾക്ക് തോന്നുകയാണ് എനിക്ക് ഒരു 5 സെന്റ് ഈ അടുത്ത പള്ളിക്ക് എനിക്ക് സംഭാവന ചെയ്യണം, അയാൾക്ക് കൊടുക്കാൻ പാടില്ല, വഖഫ് ഭൂമിയായിട്ട് കൊടുക്കാൻ പാടില്ല. അയാൾക്ക് ചർച്ചിന് കൊടുക്കാം, ദേവസ്വത്തിന് കൊടുക്കാം. ഒരു ക്രിസ്ത്യാനിയായി പറയുന്ന ആൾക്ക് ചർച്ചിന് കൊടുക്കാം, ദേവസ്വത്തിന് കൊടുക്കാം. അയാൾക്കൊരാഗ്രഹം ഭരണഘടന പ്രകാരം അയാളുടെ അവകാശം, അയാളുടെ കയ്യിലുള്ള ഭൂമി അയാൾ വിചാരിക്കുക എനിക്ക് 10 സെന്റ് വഖഫ് ചെയ്ത് പള്ളിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മദ്രസക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കോളേജിന് കൊടുക്കണം. അയാൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ കൃത്യമായി മതം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിയമം ഉണ്ടാക്കുകയാണ്. നമ്മുടെ മൗലിക അവകാശത്തെ ഒരു കോടതിയിൽ പോയാലും നിലനിൽക്കാത്ത രൂപത്തിലുള്ള നിയമമാണ് പുതിയ നിയമത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഇതൊന്നും ഒരു കോടതിയിൽ നിൽക്കാൻ പോകുന്നില്ല. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന മതക്കാരന് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. പൂർണ്ണമായും അബദ്ധ ജടിലമായ ഒരു നിയമമാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് ഓരോ ആളുകൾക്കും അറിയാം. നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരാൾക്ക് ഒരു ഭൂമി ചൂണ്ടിക്കാട്ടി അത് വഖഫാണെന്നൊന്നും പറയാൻ പറ്റില്ല. വഖഫിന്റെ അടിസ്ഥാന തത്വം വായിക്കാത്തോണ്ടാണത്. പറയൂ. 2 സാക്ഷികളെയും കൊണ്ടുവന്ന് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ അത് വഖഫ് തന്നെയാണ്. പറയട്ടെ 1882 പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഒരാൾക്ക് വാക്കാൽ ദാനം 2 സാക്ഷികൾ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ എവിടെയെങ്കിലും അടുത്ത കാലത്ത് ഒരു 25 വർഷം ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ഉദാഹരണം, അതിന്റെ അപ്പുറത്തേക്കും ഉണ്ടാവും, ഒരു 50 ചോദിക്കാമായിരുന്നു. പക്ഷെ ഒരു 25 വർഷം ഞാൻ പഠിച്ചു, ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസില് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ വാക്കാൽ ദാനം കൊടുത്തത് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതോ നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? അപ്പൊ വ്യാജ പ്രചരണമാണ്. എവിടെയും അങ്ങനെ ചെയ്യുന്നില്ല. ഈ അപകടം എല്ലാവരും തിരിച്ചറിയുന്നത് ഓരോ ദിവസവും പുതിയ ഈ വഖഫ് 50 വർഷം ചെയ്തു കൊടുത്ത പുതിയ വാർത്തകൾ പുറത്തു വരികയാണ് ഓരോ ദിവസവും. അല്ല, ഒരാൾക്ക് വഖഫ് ചെയ്യാൻ അയാളുടെ അതിന്റെ അടിസ്ഥാനം ഇസ്ലാം മതം. ഞാനിതൊക്കെ പഠിച്ചുകൊണ്ട് പറയും, ഞാനൊരു മതത്തിന്റെ വക്താവായിട്ടൊന്നല്ല ഇവിടെ സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ പഠിച്ച കാര്യമാണ് പറയുന്നത്. ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ അയാളുടെ പേരിലുള്ള കൃത്യമായി അയാൾക്ക് ഉടമസ്ഥാവകാശമുള്ള ഭൂമിയെ മാത്രമേ അയാൾക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ. അത് വഖഫ് പള്ളിക്ക്, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ദൈവപ്രീതിക്കായിട്ട് പള്ളിക്ക് കൊടുക്കാം, മദ്രസക്ക് കൊടുക്കാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, ഇതൊക്കെ അയാൾക്ക് കൊടുക്കാം. അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാളുടെ ഭൂമിയെ കൊടുക്കാൻ പാടുള്ളൂ. തർക്കമുള്ള ഭൂമി കൊടുക്കാൻ പാടില്ല. ആരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്? ഇവിടെ വ്യാജമായി പ്രചരിപ്പിക്കുകയാണ് വഖഫ് ബോർഡ് ഒരു ഭൂമി അങ്ങനെ. അപ്പൊ വഖഫ് ബോർഡ് എന്തിനുള്ളതാണ്? ധാരാളം കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ രാജ്യത്തുണ്ടായിരുന്നു. അത് വ്യാപകമായി കയ്യേറ്റം ചെയ്യപ്പെട്ടു. അതിന് കയ്യേറ്റം ഏറ്റവും കൂടുതൽ ചെയ്തത് പുറത്തുള്ളവരല്ല. ഒന്ന് മുസ്ലിം ഇസ്ലാം മതത്തിലെ ഇതൊക്കെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ തന്നെയാണ് പലപ്പോഴും വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്തത്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കയ്യേറ്റം ഉണ്ടായി. ഡൽഹിയിലൊക്കെ തന്നെ, ബാംഗ്ലൂരിൽ ഇതൊക്കെ തന്നെ ലീസിന് കൊടുത്ത ഭൂമിയൊക്കെ തന്നെ പല സ്ഥലത്തും കയ്യേറ്റം ചെയ്തു. അതേപോലെ തന്നെ ITCയുടെ ബാംഗ്ലൂരിലെ ഭൂമി, അങ്ങനെ ധാരാളം ഭൂമി രേഖകൾ ലീസിന് കൊടുത്തു. വഖഫ് ബോർഡിന് എങ്ങനെ കിട്ടി ഭൂമിയൊക്കെ? വഖഫ് ബോർഡിന് ഭൂമിയില്ല. നിങ്ങൾ വഖഫ് ബോർഡിന്റെ പേരിൽ എവിടെയെങ്കിലും ഭൂമി കാണിച്ചു തരുമോ? വഖഫ് ബോർഡിന് ഭൂമിയുണ്ട് ഇന്ത്യയിൽ, ഒരു തുണ്ട് ഭൂമിയല്ല ഇന്ത്യയിൽ. വഖഫ് ബോർഡിന് ഒരു ഭൂമി, വഖഫ് ബോർഡിന്റെ ചുമതല എന്താണ്? ഈ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി അതിന്റെ ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത്? അതല്ല മറ്റാരെങ്കിലും നടത്തി അതിലുള്ള വരുമാനം. എങ്ങനെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വഖഫ് ഏത് സ്ഥാപനത്തിനാണോ വഖഫ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഒരു വെറുതെ വഖഫ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളിപ്പോ ഞാൻ ഇവിടെ ഒരു 5 സെന്റ് വഖഫ് ചെയ്തും പറയാൻ പറ്റില്ല. ഞാൻ 5 സെന്റ് ഇന്ന പള്ളിക്ക്
അല്ലെങ്കിൽ ഇന്ന മദ്രസക്ക് ഇന്ന കോളേജിന് അതിന്റെ നടത്തിപ്പിന് വേണ്ടി ഇതിന്റെ വരുമാനം ഇതിന്റെ സ്വത്തും ഞാനിതാ വഖഫ് ചെയ്തു എന്ന് പറയണം. അപ്പൊ ആ സ്ഥാപനമാണ് അതിന്റെ കസ്റ്റോഡിയൻ, അവർ നോക്കണം. അതിലവര് ഉപേക്ഷ കാണിച്ചാൽ, അതിലവര് ഉത്തരവാദിത്തരാഹിത്യം കാണിച്ച് അത് വേണ്ടതുപോലെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അതിലെ വരുമാനം നടത്തുന്നു, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സ്വജനപക്ഷപാതം നടത്തി കൈമാറ്റം ചെയ്യുന്നു, ഇതൊക്കെ പരിശോധിക്കലാണ് വഖഫ് ബോർഡിന്റെ ചുമതല. അത് കൈയേറ്റം ചെയ്യുന്നുണ്ടോ, മറ്റു തരത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല ഇടയ്ക്ക് നടക്കില്ല. അല്ല അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റില്ല. ആരും അത് വേണ്ട. സംസാരിക്കാൻ എനിക്ക് എന്റെ സമയം. അല്ല ഞാൻ ഇടയ്ക്ക് ചോദിച്ചില്ലല്ലോ. എനിക്ക് പറഞ്ഞപ്പോ പലതും പറയാനുണ്ട്, ഞാൻ പറയാത്തതുകൊണ്ടാണ്. അല്ല അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ സ്ഥിര ഏർപ്പാടുണ്ട്. ഞങ്ങൾ പറയുന്ന സമയത്ത് ഇടയ്ക്ക് കാര്യങ്ങൾ അത് വേണ്ട. എനിക്ക് നിങ്ങൾ സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റ് മറ്റുള്ളവർക്ക് 5 മിനിറ്റ് കൊടുത്തോളൂ. എനിക്ക് ആ 2 മിനിറ്റേ വേണ്ടതുള്ളൂ. അതിൽ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കണം. അപ്പൊ ഇതൊക്കെ തന്നെ വ്യാജ പ്രചരണം. പിന്നെ പറയട്ടെ, അപ്പൊ ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിൽ MP-മാരുടെ പ്രതിനിധിയുണ്ട്, സർക്കാർ പ്രതിനിധിയുണ്ട്, ഈ പിന്നെ MLA-മാരുടെ പ്രതിനിധിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ലാത്തൊരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. അവര് രേഖ പരിശോധിക്കും, എല്ലാ ഹിയറിംഗും നടത്തിയിട്ട് അതിന്റെ സർവേ കമ്മീഷണർ നോക്കി രേഖകൾ നോക്കാതെ വഖഫ് അല്ലാത്ത ഏതെങ്കിലും ഭൂമി വഖഫാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞതായിട്ട് അറിയോ? ഇപ്പൊ മുനമ്പത്ത് പോലെ എന്താ ഉണ്ടായത്? വഖഫ് ബോർഡല്ല ഇറങ്ങിയത്, അതിന്റെ കുടുംബക്കാർ ഹൈക്കോടതിയിൽ പോയി, ബന്ധപ്പെട്ട ആളുകൾ ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതിയാണ് വഖഫ് ബോർഡിനോട് പറഞ്ഞത് നിങ്ങൾ ഇതിൽ നടപടി എടുക്കണം. അങ്ങനെയാ വന്നത്. ഹൈക്കോടതിയിൽ പോയപ്പോൾ അപ്പൊ അത് ആ ചർച്ച വേറെയാണ്, വിഷയമല്ല. കുറെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. സലിം മടവൂർ, ഈ മുനമ്പത്തെ വിവാദ ഭൂമിയുടെ ആധാരങ്ങൾ വ്യാജമാണെന്ന് ഇപ്പോൾ അത് പാട്ടത്തിന് വാങ്ങി 1902 പാട്ടത്തിന് വാങ്ങിയ അബ്ദുൽ സത്താ ഹാജി മൂസ സെട്ടിൻ്റെ അനന്തരാവകാശികളിൽ ഒരാളായ ഷംസാദ് ഹുസൈൻ സേട്ട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ രേഖകളൊക്കെ വ്യാജമാണെന്ന്. രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് സാർ ഇതെല്ലാം ഭൂമിയെല്ലാം കൈക്കലാക്കിയത്. പുറത്തു വരികയല്ലേ ഇപ്പൊ? അല്ല ഞാൻ പറയട്ടെ മുനമ്പത്തെ അത് തെറ്റുടെ പിടിക്കണല്ലോ. വ്യാജമായിട്ട് വഖഫ് ചെയ്തതാണെങ്കിലോ അങ്ങനെ എന്ത് സംഭവം അല്ല അതിന് നടപടി ഉണ്ടാവണല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ഘട്ടത്തിലും ഞാൻ കൂടെ പറയട്ടെ, സലിം മടവൂർ, നടപടിയെടുക്കേണ്ടവരല്ലേ വോട്ട് ബാങ്കിന് വേണ്ടി ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ആര് നടപടിയെടുക്കും? എനിക്കും നിങ്ങൾക്കൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. കഴിഞ്ഞല്ലോ. അതായത് ഇവിടെ വഖഫ് ബോർഡ് ഏതെങ്കിലും, നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഘട്ടത്തിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വന്ന് മുനമ്പത്തെ ഭൂമി ഞങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്തിരുന്നോ? ഇല്ല. അത് ക്ലെയിം ചെയ്തത് ഫറൂഖ് കോളേജാണ് ഒരു ഘട്ടത്തിൽ ക്ലെയിം ചെയ്തത്. അത് കഴിഞ്ഞ് വഖഫ് ബോർഡ് നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ നിസാർ കമ്മീഷന്റെ കാലത്ത് ഇതേക്കുറിച്ച് റിപ്പോർട്ട് വന്നു. അപ്പോഴും വഖഫ് ബോർഡ് ഒന്നും ചെയ്തിട്ടില്ല. വഖഫ് ബോർഡ് എപ്പോഴാണ് നടപടിയെടുക്കാൻ ഹൈക്കോടതിയിൽ പോയി കുറെ ആളുകൾ. നിങ്ങൾ വഖഫ് ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ വഖഫ് ബോർഡ് ഒരു ഘട്ടത്തിലും അവിടെ വഖഫ് ഭൂമിയാണെന്ന് പറയാൻ മുന്നോട്ട് വന്നത് എപ്പോഴാ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത്? ഹൈക്കോടതിയിലും മറ്റു കേസ് കൊടുത്ത സമയത്ത്. അതുവരെ വഖഫ് ബോർഡ് നിങ്ങൾ ഈ പറയുന്ന ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ച് അത് വഖഫാണെന്ന് പ്രഖ്യാപിക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന. വഖഫ് ബോർഡ് മുനമ്പത്തോ മറ്റു സ്ഥലങ്ങളിലോ ഒരു സ്ഥലത്തും സ്ഥലം വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. തന്നെയല്ല, ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ടെ, പുതിയ വഖഫ് നിയമപ്രകാരം ഏതാണ്ട് പകുതിയോളം അമുസ്ലിം പ്രാതിനിധ്യം ഈ വഖഫ് ബോർഡിൽ വരും. കാരണം ഞാൻ മനസ്സിൽ വായിച്ച് എന്റെ മനസ്സിൽ തെറ്റിട്ട് തിരുത്താം. MP-മാരും MLA-മാരും ഏത് മതക്കാരും ആവാം. സ്വാഭാവികമായിട്ടും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം MP-മാരും MLA-മാരും വന്നുകൊള്ളണമെന്നില്ല. 2 അമുസ്ലിം പ്രതിനിധികൾ വേണമെന്ന് പറയുന്നു. വേണ്ടത്ര മുസ്ലിം സ്കോളേഴ്സും മറ്റ് പ്രതിനിധികളും ഇല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളിക്കാമെന്ന് പറയുന്നു. സ്വാഭാവികമായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ തന്നെ ഇതര മതസ്ഥരെ തള്ളിക്കയറ്റിക്കൊണ്ടുള്ള ഒരു വഖഫ് ബോർഡ് വരും എന്ന് ഉറപ്പാണ്. ആയിക്കോട്ടെ, വരുന്നതിനെതിരല്ല. പക്ഷെ അങ്ങനെ ഒരു വഖഫ് ബോർഡ് വരുന്ന സമയത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ വഖഫ് ബോർഡിന്റെ സ്വതന്ത്ര അധികാരങ്ങൾ എടുത്തു കളയുന്നത്? നിങ്ങൾ പറയുന്നത് പോലെയുള്ള പ്രതിനിധികൾ വരികയും അവർക്ക് പരിശോധിക്കാനുള്ള അധികാരം പിന്നെ അതങ്ങ് കൊടുത്താൽ പോരെ? നിങ്ങൾ ഒരേ സമയം വഖഫ് ബോർഡിന്റെ പിടിച്ചു കെട്ടണ്ടേ? ആരാ അടിച്ചു മാറ്റിയത്? ഞാൻ ചോദിക്കാം, നിങ്ങളിപ്പോ നേരത്തെ വാർത്തയിൽ പറഞ്ഞു
വിവിധ മതങ്ങൾ എല്ലാം ഈ ദേവസ്വം ബോർഡിന് വഖഫ് ബോർഡിന്റെ അധികാരമില്ല, കൊടുക്കണം. ദേവസ്വം ഭൂമി ആരെങ്കിലും കൈയേറുന്നുണ്ടെങ്കിൽ അത് തടയാൻ ഞാൻ പറയട്ടെ ദേവസ്വം ഭൂമി ആരെങ്കിലും അല്ല ഇടതുമുന്നണി യോഗത്തിൽ പറ വഖഫ് ബോർഡിന്റെ അതേ അധികാരം ദേവസ്വം ബോർഡിന് കാണിക്കേ നിങ്ങൾ അതായത് നിങ്ങളിപ്പോഴും ജന്മഭൂമിയിൽ ഇതാ BJP ആവശ്യം, RSSന്റെ ആവശ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വങ്ങളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ 5 വർഷം മുമ്പ് ഒരു ലാൻഡ് സ്പെഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ വായിച്ചു. അതായത് ഭൂമി കയ്യേറ്റം ഒഴിവാക്കണം ദേവസ്വത്തിന്. അപ്പൊ ദേവസ്വം ഭൂമി കയ്യേറ്റമുണ്ട്. അപ്പൊ അവിടെ കയ്യേറി താമസിക്കുന്നത് സാധാരണക്കാരാണ്. അവരെ ഒഴിപ്പിക്കരുത് എന്നും അവരെ ഒഴിപ്പിക്കണമെന്നും ഉള്ളൊരു നിലപാട് ഒരു ഭാഗത്ത് പാടില്ല. എല്ലാ കയ്യേറ്റക്കാർക്കും നിങ്ങൾ പറഞ്ഞോളൂ. അല്ല പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ എല്ലാ മതങ്ങൾക്കും, മുസ്ലിങ്ങൾക്കും, ക്രിസ്ത്യാനികൾക്കും, അതേപോലെ ഹിന്ദുസിനും 3 മതക്കാർക്കും അവരുടെ മത സ്വത്ത് അതിനൊരു മേൽനോട്ട നിയന്ത്രണം വേണം. തോന്നുന്നത് പോലെ അതിന്റെ മത നേതാക്കളോ അല്ലെങ്കിൽ ആ സ്ഥാപന മേധാവികളോ ഇഷ്ടക്കാർക്ക് തോന്നിയതുപോലെ ഭൂമി പകുത്തു കൊടുക്കുന്നതും കൈവശം വെക്കുന്നതും നിയന്ത്രണം വേണം. പറയട്ടെ മതങ്ങളും ഞാൻ പറയട്ടെ ക്രിസ്തു മതത്തിന് എത്ര ഭൂമി നമുക്കറിയില്ല. കാരണം ഒരു സംവിധാനം വേണം. ഇസ്ലാം മതം വഖഫ് ബോർഡിന്റെ കയ്യിൽ എത്ര ഭൂമി അതായത് വഖഫ് ചെയ്ത ഭൂമി എത്രയുണ്ട് നമ്മൾ അറിയണം. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ദേവസ്വം ഭൂമി എത്രയുണ്ട് ഇതൊക്കെ കൃത്യമായി പഠിക്കണ്ടേ? സംവിധാനം വേണോ? ആ ഭൂമികൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്യുന്നുണ്ടോ? അതെല്ലാ മതത്തിൽ, അതായത് ഓരോ ആൾക്കാരും ദൈവപ്രീതിക്ക് വേണ്ടി കൊടുത്ത ഭൂമി ആരെങ്കിലും അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് പാടില്ല. അത് അടിച്ചു മാറ്റാതെ ഉദ്ദേശിച്ച ആവശ്യങ്ങൾക്ക് അത് നിറവേറ്റ് ചെയ്യുന്നു ഉറപ്പുവരുത്തൽ സ്റ്റേറ്റിന്റെ ചുമതലയാണ്. അല്ലാതെ ആളുകൾക്ക് അടിച്ചെടുക്കാൻ കഴിയും. ദേവസ്വം ബോർഡിന്റെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അന്യാധീനപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് നടപടിയാ സാർ എടുത്തത്? എന്ത് നടപടിയാ? ഹൈന്ദവ സംഘടന VR രാജശേഖരന്റെ പ്രസ്ഥാനമൊക്കെ എത്ര നിവേദനങ്ങൾ കൊടുത്തു അന്യാധീനപ്പെട്ട ഈ ഭൂമി തിരിച്ചു പിടിക്കുന്ന എന്തെങ്കിലും ഒരു നടപടി എടുത്തു നിങ്ങൾ? അല്ല ഈ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടി വേണം. ചെയ്യുന്നില്ലല്ലോ സാർ. അതല്ലേ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, ഒരു ഭാഗത്ത് ദേവസ്വം ഭൂമിയിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കണമെന്ന് പറയുകയും മറുഭാഗത്ത് വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കാൻ പാടില്ല. എല്ലാ ഭൂമിയിലും അനധികൃതം ഒരു സെക്കൻഡ് ക്ലാരിഫിക്കേഷൻ വരുത്താനാണ്. മുനമ്പത്തെ വിഷയം ഫാറൂഖ് കോളേജ് അവർക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നു. ആ വിൽപ്പന സാധൂകരിച്ചുകൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുകയും വേണ്ട. ഓക്കെ, ഗിഫ്റ്റ് ഡീഡാണ്. ഓക്കെ, സേർട്ട് കൊടുത്തത്. ഓക്കെ, VR രാജശേഖരൻ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് സലീം മടവൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ചില താരതമ്യ പഠനങ്ങളൊക്കെ നടത്തി, പക്ഷേ അതിൽ അടിസ്ഥാനമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. താങ്കളുടെ അഭിപ്രായം എന്താ? ബഹുമാനപ്പെട്ട സലീം മടവൂരും അഡ്വക്കേറ്റ് അനൂപ് അവറുകളും വളരെ തെറ്റിദ്ധാരണപരമായ പ്രസ്താവനകളാണ് നടത്തുന്നത്. ഞാൻ ആദ്യം അനൂപിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഭാരത വിഭജനത്തിലേക്ക് നയിച്ചത് കാരണം ഇവിടെ നിലനിന്ന മുസ്ലിമങ്ങൾ, ദേശീയ മുസ്ലിമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ നിലനിന്നിരുന്നത് ഈ രാഷ്ട്രത്തോടുള്ള കൂറും വിശ്വാസവും പുലർത്തിക്കൊണ്ടാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഇവിടെ അഭിപ്രായ സർവേ നടത്തിയ സമയത്ത് അഭിപ്രായ വോട്ടെടുപ്പിൽ ഭാരതത്തിലെ 100% മുസ്ലിമങ്ങളും ഭാരത വിഭജനത്തിന് അനുകൂലമായിരുന്നു, പാകിസ്ഥാൻ അനുകൂലികളായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിഭജനം നടന്നപ്പോ 80% അഭിപ്രായം രേഖപ്പെടുത്തിയവർ മാത്രം പോവുകയും 20% ഇവിടെ തമ്പടിക്കുകയും ആ 20%-ക്കാരെ ഏത് കാലഘട്ടത്തിലാണോ വിഭജനത്തിന് കാരണമായ അതേ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ നിലനിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ കാലാകാലങ്ങളിലെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ വന്നത്? ഇതുവരെ വഖഫ് ചർച്ച ചെയ്തില്ലല്ലോ. നിരവധി ഭേദഗതികൾ വരുത്തിയിരുന്നല്ലോ കോൺഗ്രസ് സർക്കാരുകൾ തന്നെ. ആ സമയത്തൊന്നും ഇത് ചർച്ച ചെയ്യപ്പെടാൻ പോലും ആരും തയ്യാറായിരുന്നില്ല. ഇപ്പൊ എന്തുകൊണ്ട് ഇത് വന്നു? കാരണം ഭാരത സർക്കാർ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇതിന്റെ എല്ലാ ഗൗരവങ്ങളും മനസ്സിലാവുന്നു.
അങ്ങനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തില് ഇതിന് ഭേദഗതി കൊണ്ടുവരുന്നു. ഭേദഗതി കൊണ്ടുവരുമ്പോ അത് നിയമമാകുന്നതിന് മുമ്പ് പരമാവധി വലയെറിഞ്ഞ് പിടിച്ച് കൈപ്പിടിയിൽ ഒതുക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോ എനിക്ക് വാസ്തവത്തില് സലിം മടവൂർ പറയുമ്പോ എത്ര ശുദ്ധഗതിയിലാണ് അദ്ദേഹം പറയുന്നത്, എത്ര സൗമ്യനായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. എന്റെ സലിം മടവൂര്, അങ്ങയുടെ പാർട്ടിക്കാരടക്കം ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. അതായത് LDF അടക്കം, LDF ആയാലും UDF ആയാലും ഒക്കെ ദേവസ്വം ബോർഡിനെ പറ്റി സൂചിപ്പിച്ചല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്ന സമയത്ത് ബഹുമാന്യനായ യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനും വളരെ എന്താ പറയുക ബഹുമാന്യനായിട്ടുള്ള R ശങ്കറും ദേവസ്വം ബോർഡില് അവര് നേതൃത്വം കൊടുത്തപ്പോ അവരുടെ ആദ്യത്തെ ബോർഡ് യോഗ തീരുമാനമായിരുന്നു അന്യാധീനപ്പെട്ട ക്ഷേത്ര സ്വത്തുക്കൾ വീണ്ടെടുക്കണം. ആ സമയത്ത് എന്തുകൊണ്ട് ദേവസ്വം നിയമങ്ങളും 3 പ്രാവശ്യം ഇവിടെ ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാരിന്റെ UDF ആയാലും LDF ആയാലും അവരുടെ ഒരു വകുപ്പാക്കി മാറ്റി. അതിന്റെ സ്വതന്ത്ര ഭരണാധികാരമൊക്കെ കേവലം വാക്കുകളിലും കടലാസുകളിലും മാത്രം ഒതുക്കി മാറ്റി. പിന്നീട് എന്തിന് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ നിരവധി തവണ അതിന് ഭേദഗതി എന്തിനു വേണ്ടി കൊണ്ടുവന്നു? കാരണം കയ്യേറ്റങ്ങൾ, ക്ഷേത്രഭൂമി അടക്കം ഹിന്ദുക്കളുടെ ഭൂമികൾ അടക്കം അന്യാധീനപ്പെട്ട് കൈക്കലാക്കി കൈവശം വെച്ചിരിക്കുന്നവർക്ക് അതിന് സ്ഥിരീകരണം എന്താണ് പറയുക, പരോക്ഷമായി അതിന് സ്ഥിരീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഭൂപരിഷ്കരണ നിയമം 3 പ്രാവശ്യം ഭേദഗതി ചെയ്തതെന്ന് വ്യക്തമായ രേഖകൾ നമ്മുടെ കൈവശം ഇല്ലേ? ഇവിടെ പിന്നീട് അടുത്തത്, ഇവിടെ മുസ്ലിം പ്രീണനമില്ല, മുസ്ലിമുകൾ ഇവിടുത്തെ ദേശീയ ജനതയാണ്, സർവധർമ്മ സമഭാവനയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം സലിം മടവൂരിനെ അടക്കം ചോദിക്കുകയാണ്, സലിം മടവൂരിനോട് അടക്കം ചോദിക്കുകയാണ്, അതായത് നിങ്ങൾക്ക് സർവധർമ്മ സമഭാവനയാണ് എങ്കിൽ ചോദിക്കട്ടെ, ഭരണഘടനാനുസൃതമായി OBC റിസർവേഷന് ഇവിടെ മുസ്ലിമുകൾക്ക് അർഹതയുണ്ടോ? ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന സംവരണ തത്വങ്ങൾ ആർക്കു വേണ്ടിയാണ്? ഹൈന്ദവ ധർമ്മത്തിലെ എന്താ പറയുന്നത് ഏറ്റവും താഴേക്കടയിൽ അധസ്ഥിത വിഭാഗങ്ങളെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ് സംവരണ തത്വങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ജാതികൾക്കാണ്. ഇവിടെ മതത്തിന്റെ പേരിൽ എന്താ പിന്നെ ക്രൈസ്തവരെന്താ കൊണ്ടുപോകത്തെ? അവരാവശ്യപ്പെടുന്നില്ലല്ലോ. മുസ്ലിമിന് സംവരണം കൊടുക്കുന്നു എങ്കിൽ അത് മതത്തിന്റെ പേരിലാണ്. അല്ലെങ്കിൽ സലിം മടവൂർ അടക്കം അംഗീകരിക്കണം, ഇവിടെ എന്താ പറയുന്നത്, നിങ്ങളിൽ ജാതി ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരുന്നു. ആ ജാതിക്കാണോ കൊടുക്കുന്നത്? മുഴുവൻ മുസ്ലിമിനും കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അതിശക്തനായ ഒരു ഭരണാധികാരി ആയതുകൊണ്ട് ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങളെയും കീഴ്പ്പതിവുകളെയും അതിശക്തമായി തുടച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അത് നേരത്തെ എക്സ് മുസ്ലിമിന്റെ പ്രതിനിധി പറഞ്ഞത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്, ഇപ്പൊ ഭേദഗതി, അത് കഴിഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം ആവശ്യപ്പെടുകയാണ്, ഇത് മാറ്റണം, പൂർണ്ണമായിട്ടും ഇത് അബോളിഷ് ചെയ്യുകയാണ് വേണ്ടത്. ഇതെന്താണ്, ഓരോ കാലഘട്ടത്തിൽ നിങ്ങൾ വളരെ നിസ്സാരവൽക്കരിച്ചല്ലോ വഖഫിനെ സംബന്ധിച്ച്. ഒരാള് അങ്ങനെ സർവേശ്വരനോട് പരമകാരുണികനായ അള്ളാഹുവിനോടുള്ള വിധേയത്വം, ഭക്തി, ഇതിന്റെ പേരിൽ സംഭാവന കൊടുക്കുക അല്ല ചെയ്യുന്നത്. ഒരു ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഭൂമി പാട്ടത്തിന് കൊടുത്താൽ ആ പാട്ടം കൈവശം വെച്ചിരിക്കുന്ന കാലയളവിൽ അയാൾക്ക് തോന്നുകയാണ് ഇതേ കുറച്ചിരിക്കട്ടെ, കാരണം അയക്ക് യാതൊരു മുടക്കുമില്ല. പാട്ടക്കരാറിന്റെ അടിസ്ഥാനത്തിൽ കൈവശപ്പെടുത്തിയ ഭൂമി, ആ ഭൂമി പോലും അള്ളാഹുവിന് കൊടുക്കുകയാണ്. എന്നാ ഈ അള്ളാഹു പറയണ്ടേ എനിക്കിത് വേണ്ട എന്ന്? അദ്ദേഹം പറഞ്ഞു തർക്കത്തിന്റെ ആ ഭാഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. തർക്കത്തിൽപ്പെട്ട ഭൂമി വേണ്ട എന്ന് പറയുമ്പോ ആ ഭൂമി പോലും നിങ്ങൾ ഇതെടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. എന്റെ സാറേ, ഞങ്ങളുടെ ഭൂമി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയിൽ ഞങ്ങളിതാ അതിന് കേസുമായിട്ട് വരികയാണ്. ഞങ്ങളുടെ ഭൂമി നിങ്ങൾ അതായത് കടമുറി എടുത്തിട്ട് അത് വഖഫ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ സംരക്ഷകരാണെന്ന്. വഖഫിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ എല്ലാം കൃത്യമാണ്. എന്തിനു വേണ്ടി ഇക്കാലം അത്രയും മിണ്ടാതിരുന്നു? എന്തിനാണ്? മുസ്ലിം ഭൂരിപക്ഷമുള്ള, മുസ്ലിം സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര ഭരണം
ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് സ്വപ്നം കാണുന്നു. ആ സമയത്തേക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള നമ്മുടെ അസ്ത്രം ഗഫൂർ പറഞ്ഞില്ലേ, ശതമാന കണക്കുകളൊക്കെ വെച്ചോണ്ട് നായർ വിഭാഗത്തിലെ ഒരു ഭാഗത്തെയും കൂടി നമുക്ക് കയ്യിലെടുക്കണം, മറ്റേ വിഭാഗത്തെ കയ്യിലെടുക്കണം, അങ്ങനെ അവരെയൊക്കെ കൂടി കയ്യിലെടുത്തുകൊണ്ട് ഭരണം പിടിക്കാൻ സ്വപ്നം കാണുന്ന മുസ്ലിമുകളുമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഒറ്റയടിക്ക് ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിന്റെ തലയറുത്തുകൊണ്ട്, അവന്റെ കഴുത്തറുത്തുകൊണ്ട്, ഇവിടുത്തെ ക്രൈസ്തവന്റെയും കഴുത്തറുത്തുകൊണ്ട് ഞങ്ങളുടെ ആധിപത്യം പുലർത്താൻ, അല്ലെങ്കിൽ അത് മുഴുവൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള അതിതന്ത്രപരമായ സമീപനമായിരുന്നു ഇക്കാലം അത്രയും. ഇത് പരമരഹസ്യമായിട്ട് യാതൊരു നടപടിയിലേക്കും കടക്കാതെ 2047 ആവുമ്പോൾ ഇസ്ലാമിക രാജ്യമാക്കാൻ കഴിയുമെന്നും അതിലൂടെ ഇത് മുഴുവനും തന്നെ വഖഫ് ചെയ്യാമെന്നും ഒക്കെ മോഹിക്കുന്നവര് ഇന്നും, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പല വേദികളിലും. എന്താണെന്നറിയോ, ഭാരതത്തിലെ മുസ്ലിമങ്ങളുടെ സങ്കല്പം എന്താണ്? ഇവിടുന്ന് മുസ്ലിമങ്ങൾ ഒഴിഞ്ഞുപോയി. അപ്പോ മുസ്ലിം ഭരണാധികാരികള് ഭാരതത്തിലെ അധിനിവേശം കഴിഞ്ഞ് എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാരനെ ഏൽപ്പിച്ചു. ബ്രിട്ടീഷുകാരൻ പോയപ്പോ സ്വാഭാവികമായിട്ട് ആദ്യത്തെ അവരെ ആരാണോ ഏൽപ്പിച്ചത് അവരുടെ പിൻതലമുറക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ 20% അതിനാണ് ഇവിടെ നിന്നത്. ആ ഞങ്ങളെയാണ് ഭാരതം പൂർണ്ണമായിട്ടും ഏൽപ്പിക്കേണ്ടിയിരുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം, അവരുടെ കുടുംബ ചരിത്രം, അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ മുസ്ലിമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഇന്നും പ്രിയങ്ക വധേരയായാലും രാഹുലായാലും ഒക്കെ തന്നെ, സോണിയ ആയാലും അവരെല്ലാവരും തന്നെ മുസ്ലിം പിന്തുടർച്ചക്കാരാണ്. അവരുടെ സോണിയ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ അവർ മുസ്ലിം കുടുംബമാണ്. ആ മുസ്ലിമിന്റെ പ്രീണനമാണ്. സാമുദായിക കലാപ നിരോധന ബില്ല്, സാമുദായിക കലാപ നിരോധന ബില്ല് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? ഇതെല്ലാം തന്നെ കൊണ്ടുവരുന്നതാണ് കോൺഗ്രസിന്റെ. ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരനല്ല. കോൺഗ്രസിന്റെ പ്രീണന നയം ഒരു വിഭാഗത്തെ, നിങ്ങൾക്ക് ഒരിക്കലും സർവധർമ്മ സമഭാവന എന്ന കാഴ്ചപ്പാട് നിങ്ങളിലെ സർവധർമ്മ സമഭാവന നിങ്ങളിലില്ല എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. സുഹൃത്തെ, എന്നെ സംസാരിക്കാൻ അനുവദിക്കേ. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ആ നിയമം വരേണ്ടതാണ്. അത് വിത്ത് റിട്രോസ്പെക്റ്റീവ്. കാരണം ഈ വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. കാരണം കോടതിയുടെ ജുഡീഷ്യൽ പവർ പോലും കളഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നതാണ്. ഭേദഗതി എന്താണ്? കളക്ടറുടെ കയ്യിലേക്ക് പരമാധികാരം പോകുന്നു. ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നു. എത്രയാണ് വരുന്നത്? ഏതാണ്ട് 9.5 ലക്ഷം ഏക്കർ ഭൂമി ഇന്ന് 30ഓളം വരുന്ന ഭാരതത്തിലെ വഖഫുകളുടെ നിയന്ത്രണത്തിലാണ്. 8.7 ലക്ഷം പ്രോപ്പർട്ടികളിലായി, വസ്തുവകകളിലായി, ഏതാണ്ട് ആലോചിച്ച് നോക്കണം, 10 ലക്ഷം ഏക്കർ വരുന്നില്ലേ? 9.5 ലക്ഷം ഏക്കർ ഭൂമി, 8.7 ലക്ഷം വസ്തുവകകളിലായി ഇന്ന് വഖഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭൂമി പോലും. അതെ, അതാണ് പറഞ്ഞത്. അപ്പൊ ഇത് അന്യായമാണ്, അധർമ്മമാണ്. ഇതിനെതിരെ ഭാരത സർക്കാർ കൊണ്ടുവരുന്നതിന് ഭാരത സർക്കാരിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സർവേശ്വര അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം കൊടുക്കണം. ഇത്തരം ഈ എന്താ പറയുന്നത് അന്യായമായ കാടൻ നിയമങ്ങള് ഇവിടെ പടച്ചു വെച്ചത് മുഴുവനും തന്നെ ശുദ്ധീകരിക്കണം എന്നാണ് പറയാനുള്ളത്. സർവധർമ്മ സമഭാവന ഹിന്ദുത്വത്തിന്റെ, സനാതനധർമ്മത്തിന്റെ എന്താ പറയുന്നത് യുക്തിഭദ്രതയാണ് ഇത് വെളിവാക്കുന്നത്. അതാണ് ഈ നാടിന് ആവശ്യം. എല്ലാവരെയും ഒരേപോലെ കാണുന്ന സർവധർമ്മ സമഭാവന. അല്ലാതെ ഇവിടെ മുസ്ലിം ലീഗ് പറയുന്ന സർവധർമ്മ സമഭാവന എന്താണ്, അവര് മാത്രമാണ് സത്യമെന്ന് പറയാം. അത് തെറ്റാണ്. അതുകൊണ്ട് വഖഫ് ചെയ്യുന്നത് തെറ്റാണ്. ഇന്നത്തെ വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഭേദഗതി നിയമം ഉടനടി പാസാക്കി നിയമമാക്കേണ്ടതാണ്. അതിനു മുൻപായിട്ട് കൊടുത്തു വെച്ചിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം തന്നെ നിങ്ങൾ നിർത്തലാക്കണം. ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വിടട്ടെ. വഖഫ് ട്രൈബ്യൂണൽ ഇതെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത്? മുസ്ലിം സമുദായത്തില് പിറന്നു വീഴുന്ന കുഞ്ഞു മുതല്
വന്ധ്യവയോധികരായി മരണത്തോട് സമീപിക്കുന്നവർ പോലും അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്ന ഇവർക്ക് എങ്ങനെ സർവധർമ്മ സമഭാവന ാൻ കഴിയും? അതുകൊണ്ട് ഈ നിയമം പരിഷ്കരിച്ച് മതിയാവുകയുള്ളൂ. ഭേദഗതി ഈ പാർലമെന്റ് ഇരുസഭകളിലും അവതരിപ്പിച്ച് പാസ്സാക്കി നിയമമാക്കണം. ഇതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാഴ്ചപ്പാട്. എന്തായാലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചർച്ചയ്ക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് അനൂപ്, പച്ചക്ക് പറയുമ്പോൾ എന്തിനാ അനൂപ് പൊള്ളുന്നത്? ഇതൊക്കെ അനിൽ നമ്പ്യാരെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ജനം ടിവിയിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരാളാണ് ഞാൻ. അത് സ്വാഭാവികമാണ്. താങ്കളടക്കം പറയുന്ന അഭിപ്രായങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ ഈ നെഹ്റു കുടുംബത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വൃത്തികേടുകൾ പറയുമ്പോ അല്ല, എന്താ അദ്ദേഹം പറഞ്ഞത്? നെഹ്റു കുടുംബത്തിലെ പൂർവികർ മുസ്ലിം അല്ല. നിങ്ങൾ അതൊന്നും ശരിയല്ല. ഇത് വിഷയവുമായി ഈ മൂന്നാംകിട നിലവാരത്തിലേക്ക് എനിക്ക് വേണമെങ്കിൽ ചാനൽ ചർച്ചയിൽ ഈ പറഞ്ഞ ആളുടെ പിറ്റത്തും ചോദ്യം ചെയ്യാം. അല്ല, ഇതൊന്നും ശരിയല്ല. അതൊന്നും കേട്ടിരിക്കാൻ ഒരു കോൺഗ്രസ്സുകാരൻ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും താങ്കൾ. അത് അല്ല, നിങ്ങളത് പറയുന്നതിന് എന്താ അർത്ഥം? താങ്കൾ എന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഞാൻ താങ്കളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുമ്പോ അത് വാദത്തിലൂടെ ഖണ്ഡിച്ചാൽ മതി എന്ന് പറയാണോ? അവതാരകൻ എന്നുള്ള നിലയിൽ താങ്കൾ എന്താ ഈ നിലയിലേക്ക് ചർച്ച കൊണ്ടുപോരുന്ന താങ്കൾ പറയണ്ടേ? താങ്കൾ ക്ഷണിച്ചിട്ട് വന്ന പറയുകയാണെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യും. ഒരു സംശയമില്ല. നിങ്ങൾ പറ. അതേ പറയില്ല. ശ്രീ വി ആർ രാജശേഖരൻ നെഹ്റു കുടുംബത്തിന്റെ ആ ചരിത്രത്തിൽ ആ മുസ്ലിം കണക്ഷനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത്? താങ്കൾ അത് ചൂണ്ടിക്കാണിക്കാതെ പറ. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു മാനസികാവസ്ഥയുമായി ഇരിക്കുന്ന ആൾ നല്ലതാണ്. നിങ്ങള് സ്വയം എക്സ്പ്രസ് ചെയ്യുന്നത് നല്ലതാണ്. ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ പറയാം. അല്ല, മനസ്സിലാക്കട്ടെ. നിങ്ങളൊരു ചർച്ചയിൽ അല്ല, ആളുകൾക്ക് മോദിയുടെ പാരമ്പര്യത്തെ കുറിച്ച് അല്ല, ഞാൻ ആ നിലവാരത്തിലേക്ക് പോകാത്തത് അതെന്റെ നിലപാടല്ലാത്തതുകൊണ്ടാണ്. ആരുടെയും പിതൃത്വം ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് എന്റെ നിലപാടല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല. അദ്ദേഹം താങ്കളോട് ഞാൻ ചോദിച്ചു, വി ആർ രാജശേഖരൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? താങ്കൾക്ക് അബദ്ധമാണ്, തോന്നിവാസമാണ്, മൂന്നാംകിട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാ ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം തുടക്കം മുതൽ എന്താ പറയുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 100% വിഭജനത്തിന് വേണ്ടി പറഞ്ഞ ആളുകളാണെന്ന്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതസംഘടനയായ ഉലമ അൽ ഹിന്ദ് വിഭജനത്തിനെ എതിർത്തവരാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഡൽഹി ജുമാ മസ്ജിദിലെ പ്രശസ്തമായ പ്രസംഗമുണ്ട്. ഈ വിഭജനത്തിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങനെ നിലപാടെടുത്ത ധീരദേശാഭിമാനികളായ ഒരു ജനവിഭാഗത്തെ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നെഹ്റു കുടുംബത്തെ കുറിച്ച് മൂന്നാംകിട കളവ് പ്രചരിപ്പിച്ച് ഈ പറയുന്ന നിങ്ങളുടെ വെറുപ്പിന്റെ ഹാൻഡിലുകളിൽ വിളമ്പുന്ന വിഷം ഒരാൾ ചാനൽ ചർച്ചയിൽ നിന്ന് ആവർത്തിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും എന്റെ നിലവാരം എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള സത്യം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വഖഫിനെ കുറിച്ച് വഖഫ് നിയമത്തെ കുറിച്ച് നിങ്ങളുടെ നിലപാടുണ്ടാകാം. അതിനാതലത്തിൽ ഡിബേറ്റബിൾ ആണ്. അത് ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇത്തരം സംഘപരിവാറിലെ ആളുകളെ കൊണ്ടുവരുമ്പോഴെങ്കിലും അതിനകത്ത് നിലവാരം പ്രതീക്ഷിക്കുന്നത് തെറ്റായിരിക്കാം. അല്ലെങ്കിലും കുറച്ച് നിലവാരമെങ്കിലുമുള്ള ആളുകളെ ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണം. ഇതിലും കോൺഗ്രസ്സുകാര് മാത്രമാണ് എല്ലാം തികഞ്ഞവരെന്നുള്ള ആ അഹങ്കാരം അഹംഭാവം ഒന്നും വേണ്ട. അഡ്വക്കേറ്റ് അനൂപ്, ബാക്കിയുള്ളവരൊക്കെ മണ്ഡശിരോമണികൾ, നിങ്ങൾ മാത്രം എല്ലാ വസ്തുതകൾ അറിയുന്നവരെന്നുള്ള അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം നെഹ്റു രാജ്യം ഭരിച്ചത് തന്നെയാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? കോൺഗ്രസ് രാജ്യം ഭരിച്ചത് തന്നെയാണ്. എന്താ സംശയം? നെഹ്റുവിന്റെ ഞാനൊരു കാര്യം പറയാം. അനിൽ നമ്പ്യാർക്ക് രാജ്യത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം നെഹ്റു ആണെന്ന് പറഞ്ഞാൽ അത് അനിൽ നമ്പ്യാരുടെ അഭിപ്രായമാണ്. വിയോജിപ്പുണ്ട്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞതല്ലോ. ഇദ്ദേഹം പറയുന്നത് എന്താ? നെഹ്റു കുടുംബത്തിലെ മുസ്ലിമാണ്. അദ്ദേഹം പറയട്ടെ, നെഹ്റു കുടുംബത്തിലെ ഇല്ലെങ്കിൽ തെളിയിക്കുന്നേ. അഡ്വക്കേറ്റ് തെളിയിക്കുന്നേ. അങ്ങനെയാണോ നമ്പ്യാരെ പറയുന്നത്? തലയിൽ ചാണകാണ്.
അല്ല ഞാനൊരു കാര്യം പറയട്ടെ അനിൽ നമ്പ്യാരെ, അനൂപിനെ പൊള്ളും, അത് നമുക്കറിയാം. പക്ഷേ ഈ സലീം മടവൂരിനെ എന്തിനാ പൊള്ളുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളായാലും ഹലോ അല്ല ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ കാര്യത്തിലായാലും ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചും പറയാം. ഞാൻ അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാണ്. ഞാൻ താങ്കളോട് ആ രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും പറയാം. അനിൽ നമ്പ്യാരുടെ അച്ഛൻ വേറെ ആളാണെന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ പറയുന്നത് ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ ശുദ്ധ തോന്നുന്നതല്ലേ? തിരിച്ച് നിങ്ങൾ പറയുന്നത് തോന്നുന്നതല്ലേ? ഞാൻ പറയുന്നത് എന്താ അല്ല അത് താങ്കൾ ആ രീതിയിലേക്ക് എനിക്ക് ചർച്ച അത് വേറെ, അല്ല എനിക്ക് ഇത് വേറെ അല്ല എനിക്ക് ആ രീതിയിലേക്ക് ചർച്ച പോകാൻ ആഗ്രഹമില്ല. അദ്ദേഹം പറയുന്നത് എന്താ, നെഹ്റു കുടുംബത്തിൽ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് താങ്കൾ ചെയ്യേണ്ട ഒരു മിനിമം മര്യാദയില്ലേ? നമുക്ക് ക്ലാരിഫിക്കേഷന് പോവാം. വി ആർ രാജശേഖരൻ തന്നെ പറയട്ടെ. ശ്രീ വി ആർ രാജശേഖരൻ. ഞാൻ അത് വളരെ എളുപ്പത്തിൽ പറയാം. കാരണം നെഹ്റുവിന്റെ സന്തത സഹചാരിയായിരുന്ന ശ്രീ എം.ഒ. മത്തായി, എം.ഒ. മത്തായിയെ സുപരിചിതനാണല്ലോ. എം.ഒ. മത്തായി എന്റെ അയൽവാസിയാണ്. എം.ഒ. മത്തായി പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. എം.ഒ. മത്തായിയുടെ പുസ്തകം ജീവചരിത്രം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു ബോധ്യപ്പെടാവുന്നതാണ്. ഫിറോസിന്റെ മതം എന്താണെന്നുള്ളത് ഏതായാലും ഹിന്ദു മതമാണെന്ന് ആരും അംഗീകരിക്കുകയല്ലോ. എനിക്കൊരു മിനിറ്റ് തരൂ. എം.ഒ. മത്തായിയുടെ പുസ്തകം ഞാൻ തരാം. എം.ഒ. മത്തായി എഴുതിയ പുസ്തകം ഞാൻ തരാം അങ്ങേക്ക്. ശ്രീ അനൂപ് വായിച്ചാണ്. എന്റെ കയ്യിലുണ്ട് ഇതിന്റെ ഈ ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ കള്ളത്തരം. ഒരു മിനിറ്റ് എന്നോട് ഒരു RSSന്റെ സുഹൃത്ത് ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഞാൻ വാട്സപ്പില് എനിക്കൊരു ആൾ അയച്ചു തന്നു, ഇങ്ങനെ നെഹ്റുവിന്റെ മുത്തശ്ശൻ മുസ്ലിമാണ്, വലിയുമ്മ താജുന്നിസയാണ് എന്നൊക്കെ പറഞ്ഞ കുറെ കഥകള്. അങ്ങനെ അത് തെളിയിക്കണല്ലോ. അങ്ങനെ ഈ പാവപ്പെട്ടവൻ മത്തായിയുടെ പുസ്തകം ഞാൻ ചേർത്തു. അപ്പോൾ പറഞ്ഞു 25ാമത്തെ അധ്യായം മിസ്സിംഗ് ആണ്, അതിന്റെ അകത്താന്ന് പറഞ്ഞു. അതും ഞാൻ ഒരുവിധം തേടി പിടിച്ച് അത് കിട്ടി. ഇവിടെയും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. പച്ചക്കള്ളം ഈ പുസ്തകത്തിലുണ്ട് എങ്കിൽ ശ്രീ രാജശേഖരൻ ഒന്ന് പറയട്ടെ, ഏത് പേജിലാണ് അത് പറയുന്നത്? മത്തായിയുടെ പുസ്തകം എനിക്ക് വായിച്ചു, എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് തന്നെ വായിച്ച് ബോധ്യപ്പെടാമല്ലോ. അങ്ങനെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ മത്തായിയുടെ പുസ്തകത്തിൽ അങ്ങനെ നിങ്ങൾ പറയൂ. ഡൗൺലോഡ് ചെയ്ത് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ എടുത്തു കാണിക്കാൻ പറ്റില്ല. അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ പരാമർശങ്ങൾ അത് വിവാദത്തിന് വഴിവെച്ചിരുന്നു. അത് ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. സലീം മടവൂരിന്റെ പുസ്തകം മുഖ്യമന്ത്രി ചെയ്ത പേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇരുന്ന് വായിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ആ വിഷയം ചർച്ച ചെയ്യാം. മത്തായി ഇന്ദിരാഗാന്ധിയുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായി നെഹ്റുവിന്റെ പറയട്ടെ അല്ലല്ല മത്തായി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. നെഹ്റുവിന്റെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ചില പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കുടുംബ മുസ്ലിം ആണെന്ന് ആ ബുക്കിൽ, അല്ല ശരിയോ തെറ്റോ അല്ല, ആ ബുക്കിലില്ല. ആ പുസ്തകത്തിൽ ഒരു സ്ഥലത്തും നെഹ്റുവിന്റെ മുൻഗാമികൾ മുസ്ലിമുകളാണെന്ന് ഒരു സ്ഥലത്തും പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ആ ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് RSSന്റെയും സംഘപരിവാറിന്റെയും കൃത്യമായ അജണ്ട കരുതി കൂട്ടിയിട്ട് നെഹ്റുവിനെയും കുടുംബത്തെയും ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ ട്രാക്കിലേക്ക് കയറ്റാണ്. യെസ്, ആരിഫ് ഹുസൈൻ പറയാം. കുറെ സമയമായി താങ്കളെ കൈപൊക്കുക. അതെ കൈപൊക്കി ഒഴിച്ചിലും കൊണ്ട അവസ്ഥയാണ്. അതായത് നമുക്കിവിടെ വിഷയം എന്താണ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതെ, ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഫാക്ട്സ് അനലൈസ് ചെയ്തുകൊണ്ട് അതിനകത്തൊരു കാര്യം പറഞ്ഞത് തീരുമാനമാവും ഇത് ഭരണഘടനാപരമാണോ അല്ലയോ എന്നുള്ളത്. അതിന് പകരം ഒരു വശത്തുള്ള ആളുകൾ ഇവിടെ നെഹ്റുവിന്റെ മുസ്ലിമാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ട് എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഇതിനെ ഭരണഘടനാ വിരുദ്ധമാക്കാനോ അതല്ലെങ്കിൽ എന്തിനാ അത് ഇവിടെ കൊണ്ടുവരുന്ന പോലെ എനിക്കറിയില്ല. അതിവിടെ ഒരു റെലവൻസും ഇല്ലാത്ത വിഷയമാണ്. കാരണം എന്താണ്, ഇവിടുത്തെ വിഷയം നെഹ്റു മുസ്ലിമാണോ അല്ലയോ, നെഹ്റുവിന്റെ മുന്നേ ഉള്ള ആളുകൾ മുസ്ലിമാണോ അല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്താണ്,
ഒന്നാമത് ആ പറയുന്ന കാര്യത്തോട് എനിക്ക് യോജിക്കാനില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ആൻസിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ ഇവിടെ പഴയ ശൂദ്രനോ അല്ലെങ്കിൽ വല്ല ദളിതനോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മളെ പിതാമഹന്മാരോട് ഉണ്ടായിരുന്നത്. അവിടുന്ന് മതം മാറിയാണല്ലോ നമ്മളൊക്കെ ഇവിടെ എത്തിയത്. അപ്പൊ അതൊക്കെ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹിസ്റ്ററിയിൽ അങ്ങനെ പലതും ഉണ്ടാവും. നമ്മുടെ വിഷയം എന്താണ്? ഇവിടുത്തെ ഈ ഒരു മുസ്ലിം പ്രീണനം അത് വെച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിക്കൊണ്ട് അമിതാധികാരങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഒരു മതത്തെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു വെച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു പ്രവണത, അതില് എന്താണ് ഇവിടുത്തെ വിഷയം? അതിന് ഇവിടെ നെഹ്റുവിന്റെ വല്യാപ്പയോ ഇവിടെ മുസ്ലിം ആവണമെന്നില്ല ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ ഇനിയിപ്പോ അതെ നമ്മളുടെ സന്ദീപ് വാര്യർ ഇപ്പോ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. പണ്ട് വെറുപ്പിന്റെ കടയിൽ നിന്നാണ് ഇപ്പൊ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയിരിക്കുന്നത് പറയുന്നത്. ഞാൻ പറയുന്നു സന്ദീപ് വാര്യറിന് വെറുപ്പിന്റെ കടയിൽ നിന്നിട്ടാണെങ്കിലും ഇനിയിപ്പോ സ്നേഹത്തിന്റെ കടയിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും ഈ മുസ്ലിം പ്രീണനം നടത്താൻ കഴിയും. അതിന് മുസ്ലിം ആവണമെന്നില്ല, വല്യാപ്പയും മുസ്ലിം ആവണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണ്? ഇവിടെ അവരെടുക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക്, അതായത് ഈ സോഫ്റ്റ് ബിഗോട്രി എന്ന് പറയുന്ന സാധനം. അതാണ് ഇവിടുത്തെ വിഷയം. മുസ്ലിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ, മുസ്ലിങ്ങളെ നമ്മൾ പിന്തുണച്ചാൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന അതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. പക്ഷെ അത് അവരെ ഫേവർ ചെയ്തുകൊണ്ടാണ് എന്ന് വരുമ്പോൾ അത് ബാക്കിയുള്ള ആളുകൾക്ക് അത് കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഒന്നാമത്തെ ഇനി ഞാൻ കുറെ കൈ പൊക്കിയതിന്റെ പ്രധാന കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോയിക്കൊണ്ട് അതിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് പകരം ഇത് കൊണ്ടുപോയപ്പോൾ ഇപ്പൊ എന്തായി? ഇത് വഴിമാറി വേറെ ഏതോ പുസ്തകത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് നിങ്ങളുടെ പാടെ നമ്മുടെ വിഷയമല്ല. പക്ഷെ ഇവിടെ സലീം മടവൂര് വളരെ വിദഗ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു ഒപ്പിച്ചു. എന്താണ്? വഖഫിന് തുണ്ട് ഭൂമി വഖഫിന്റെ കയ്യിലില്ല എന്നാണ് സലീം മടവൂർ ഇവിടെ ആവർത്തിച്ച് പറയേണ്ടത്. ഇവിടെ വഖഫിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയില്. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാർ അടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണ് അത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. ബാക്കി നിങ്ങൾ കേട്ടാ മതി. ഏതായാലും ഇത് ഈ ഒരു ചെറിയ പുള്ളിയല്ല. ഇസ്ലാം മതത്തിനകത്ത് വലിയ തോതിലുള്ള നിങ്ങൾക്ക് സമയം വരുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം നിങ്ങൾ തയ്യാറായി നമുക്ക് പോവാം. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വഖഫിന് ഭൂമി ഉണ്ട് എന്ന് പറയുന്നു. വഖഫിന്റെ ആള് തന്നെ ഇവിടെ നിന്നിട്ട് വഖഫ് ബോർഡ് മെമ്പർമാർ നിന്ന് സംസാരിക്കാൻ നമ്മൾ കേട്ടതാണ്. പാർലമെന്റ് പോലും ഇരിക്കുന്നത് അത് വഖഫ് ഭൂമിയിലാണെന്നാ പറയുന്നത്. അതുപോലെ അവിടെ എയർപോർട്ട് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. നിങ്ങൾ ചോദിച്ചല്ലോ തർക്കഭൂമി എവിടെയെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾ എവിടുത്തെ ചോദ്യം ചോദിക്കണം എന്നാണ് ഞാൻ ചോദിക്കുക. ഇത് തർക്കഭൂമി ആവുന്നത് എപ്പോഴാണ്? ഇത് ക്ലെയിം ചെയ്ത് കഴിയുമ്പോഴല്ല ഈ തർക്കഭൂമി ആവുന്നത്. വെറുതെ കിടക്കുന്ന ഒരു ഭൂമി വന്ന് ഇത് ഇതേപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെല്ലാനത്തെ വിവരം നമ്മൾ കണ്ടു. ആർക്കും അറിയില്ല അത് വഖഫ് ഭൂമിയാണോ അല്ലയെന്നൊന്നും. പക്ഷെ ആരോ കയറി തപ്പി നോക്കിയപ്പോൾ അതും കിടക്കുന്നത് വഖഫ് ഭൂമിയിൽ. അപ്പോഴല്ലേ അത് തർക്കമാവുന്നത്. അപ്പോ ഇതുപോലെയുള്ള ഈ യമണ്ടൻ ചോദ്യം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചോദിച്ചു വെക്കുന്നത് സത്യത്തിൽ യമണ്ടൻ അല്ല, വെറും മണ്ടൻ ചോദ്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ നിങ്ങൾ എവിടെയാണ് ഇറക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒന്നാമത്തെ കാര്യം അത്. ഇനി ഇവിടെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു തരത്തിലും വഖഫിന് ഇങ്ങനെ ഒന്നുമില്ല, പാവങ്ങളാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു കാര്യസ്ഥന്റെ റോള് മാത്രമേ ഉള്ളൂ ഈ വഖഫ് എന്നുണ്ടെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ വഖഫിന്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിനെ പ്രതിദാനം ചെയ്യുന്ന മന്ത്രിമാരും ഈ മുൻപത്തെ ആളുകളെ കുടിയേറ്റക്കാർ എന്ന വാക്ക് ഉപയോഗിച്ച് അവർ വിശേഷിപ്പിച്ചത്? നിങ്ങൾ അതിന് ഉത്തരം പറയണം. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ വിളിക്കാൻ അവർക്ക് അധികാരം കിട്ടുന്നത്? ഏത് വകുപ്പ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അത് അധികാരം കിട്ടുന്നത്? നിങ്ങൾ പറയണം. അതിലേക്കാണ് ഇവിടെ ചർച്ച കൊണ്ടുപോകേണ്ടത്. ഇന്ത്യയിൽ ഒരു പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട് ഇൻഡിവിജ്വലിന്. ആ ഇൻഡിവിജ്വലിനുള്ള പ്രോപ്പർട്ടി റൈറ്റ് അത് അവിടെ എന്താ പറയാ, നമ്മുടെ സംസ്ഥാനത്തിനായാലും നമ്മുടെ സെൻട്രലിനായാലും അവരുടെ പ്രോപ്പർട്ടി എടുക്കാനുള്ള അധികാരമുണ്ട്, ശരിയാണ്. എന്നാൽ പോലും അവർക്ക് അത് ക്രയവിക്രയം നടത്തി ഒരു നാഷണൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് അവിടെ നാഷണൽ ആവശ്യം പ്രിഫറൻസ് കൊടുക്കുന്നതൊക്കെ ഇവിടെ വരുമ്പോൾ പോലും അപ്പോഴും അവിടെ വ്യക്തിക്ക് അതിന്റെ അധികാരം അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു പരിധി വരേക്കെങ്കിലും. അതിനെപ്പോലും നശിപ്പിക്കുന്ന രീതിയിലല്ല ഈ വഖഫ് നിയമം നിൽക്കുന്നത്. അവിടെയല്ല ഈ ഭരണഘടനാ വിരുദ്ധം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഇവിടെ കമ്പാരിസൺ കൊണ്ടുവന്നു. ഇവിടെ എന്താണ് ദേവസ്വം ബോർഡിന്റെ അവിടുന്ന് ഒഴിച്ചു വിടാൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പറയുന്ന ദേവസ്വം ബോർഡിനോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ബോർഡ് തന്നെ ആയാലും ഏത് സംസ്കൃത പേര് വെച്ചിട്ടാണെങ്കിൽ പോലും അവർക്ക് ഇറങ്ങി പോകും മക്കളെ എന്ന് പറയാനേ പറ്റുള്ളൂ. ഇറക്കി വിടാൻ കഴിയില്ല. കാരണം എന്താണ്? അതിന്റെ അമിത അധികാരം, വഖഫിനുള്ള തരത്തിലുള്ള അമിത അധികാരം ആ പറയുന്ന ബോഡിക്കില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വഖഫ് ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അവർക്ക് കരമടയ്ക്കാൻ പോലും കഴിയുന്നില്ല എന്ന് വരുന്നിടത്ത് അവർ ഓൺ ദ സ്പോട്ട്
ഇവിടെ കുടിയേറ്റക്കാരായിട്ട് മാറുന്നു. ആ തരത്തിലുള്ള ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു കമ്പാരിസൺ നടത്താൻ എവിടുന്നാണ് ഈ ഇത്രമാത്രം ഉളുപ്പ് കിലോ കണക്കിന് കിട്ടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ സാധിക്കുന്നു ഇതുപോലുള്ള ഓഞ്ഞ കമ്പാരിസൺ കൊണ്ടുവരാൻ? ഇതാണ് ഇവിടുത്തെ നിങ്ങൾ ചെയ്യുന്നതിലുള്ള ഈ തുറപ്പം പണി എന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഇനി ഇവിടെ ഇതുപോലുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ഇനി ഇത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പോലും നമ്മൾ അവിടെ കാണുന്നത് എന്താണ്? ആളുകൾ വീണ്ടും അവിടെ കുഴപ്പത്തിൽ ചെന്ന് ചാടുമ്പോൾ ഒരു വശത്ത് ഇരുന്നിട്ട് അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്ന വഖഫ് ബോർഡ്, അതല്ല എന്ന് പറയുന്ന മറ്റൊരാൾ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഇത് വഖഫ് ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള തീരുമാനം മാറ്റി അത് അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച ആളുകൾ, കരം ഇത്ര നാളും അടച്ച ആളുകൾ എന്നുള്ള രീതിയിൽ അവർക്ക് അതിനുള്ള അവകാശം വകവെച്ചു കൊടുക്കേണ്ട വഴിയല്ലേ ഇവിടെ തേടേണ്ടത്. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്യുന്നു. അത് തെറ്റായ ഒരു പ്രവണത എന്ന് മാത്രമല്ല ഇവിടെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ബിഷപ്പുമാരെ അനുനയിപ്പിക്കണത്? ബിഷപ്പുമാരല്ലല്ലോ ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്, വഖഫല്ലേ? അവരവിടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ നോട്ടീസ് കൊടുത്ത് ഇത് വഖഫാണ്, തിരിച്ചു പിടിക്കണം, അവർ കുടിയേറ്റക്കാരെന്നൊക്കെ വിളിച്ച് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അനുനയിപ്പിക്കാൻ ചെല്ലുന്നത് ഈ ബിഷപ്പുമാരെ. നിങ്ങൾ അനുനയിപ്പിക്കേണ്ടത് ആരെയാണ്? കുത്തു കൊണ്ടവനെയാണോ അനുനയിപ്പിക്കേണ്ടത്, അതോ കുത്താൻ വന്നവനെയാണോ നിങ്ങൾ അനുനയിപ്പിക്കേണ്ടത്? നിങ്ങൾ ആദ്യം അത് പറയൂ. ഇവിടെ അനുനയിപ്പിക്കേണ്ടത് വഖഫ് ബോർഡിനെയാണ്. ഇവിടെ അനുനയം നിങ്ങൾ നടത്തി വഖഫിനെയാണ് അവിടെ പിൻവലിപ്പിക്കേണ്ടത്. അവരുടെ തീരുമാനമാണ് അത് വിട്ട് തിരിച്ചെടുപ്പിക്കേണ്ടത്. ഇനി നിങ്ങൾ പറയുന്നു ഇത് വലിയ എന്തോ മതത്തിന്റെ എന്തോ ഉന്നതമായ സാമാനങ്ങളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അമിതമായ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇതേപോലുള്ള അവകാശം കൊടുക്കണം, ദേവസ്വം ബോർഡിന് കൊടുക്കണം, ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാവരും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വഖഫ് ഭൂമി ഉണ്ടാവില്ല, ഇവിടെ ദേവസ്വം മാത്രമേ കാണുള്ളൂ. കാരണം എന്താണ്? ഇവിടെ അവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാനും കഴിയുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന സാധനമൊക്കെ പിരിച്ചു വിടേണ്ടി വരും. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ പൊതു നിയമങ്ങളും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബൈൻഡിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് മതത്തിന്റെ കുപ്പായം പച്ച ബെൽറ്റൊക്കെ ഇട്ടിട്ട് വരൂ, നമുക്ക് എല്ലാവർക്കും വാളും പരിചയമായിട്ട് മാമാങ്കം കളിക്കാന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഒരു ആധുനിക സമൂഹത്തിൽ ഒരു പൊതു നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓരോ മതത്തിനും വീതിച്ചു കൊടുക്കുക, എന്നിട്ട് വാ നമുക്ക് കൂട്ടി ഇടിച്ച് ഇതുപോലെ ചെയ്യാന്ന് പറയുമ്പോൾ ഇതെന്ത് സന്ദേശമാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്? അതല്ല വേണ്ടത്. ഇവിടെ അമിതാധികാരങ്ങളുണ്ട്, ഇവിടെ തുല്യത, അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ചില പ്രിഫറൻസുകൾ, ചില ഫേവറിറ്റിസം, ചില സോഫ്റ്റ് ബിഗോട്ടറി ഇവിടെ ഉണ്ട്. അത് അവസാനിപ്പിക്കണം. അതിനെയാണ് നമ്മൾ പറയേണ്ടത്. അവിടെ നിങ്ങൾക്ക് നെഹ്റുവിന്റെ മതമോ അതല്ലെങ്കിൽ അവരുടെ വല്യാപ്പാടെ മതമോ അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അവിടെ വിഷയം ഈ പ്രീണനം, അതിനു വേണ്ടിയിട്ട് ചെലവാക്കുന്ന സമയം, അതിനുവേണ്ടി എടുക്കുന്ന ചില തെറ്റായ നയങ്ങൾ, അതാണ് ഇവിടെ വിഷയം. അത് കാലങ്ങളായിട്ടുണ്ട്. ഇനി ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്നതാണെന്നും ഞാൻ പറയുന്നില്ല, ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം എന്താണ്? ഇതുപോലെ ഒരു വിക്ടിം കാർഡ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതി അത് ഇസ്ലാമിനുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും എനിക്ക്. കാരണം എന്താണ്? ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഇവിടെ കണ്ടെത്തിയത് ഈ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടിയിട്ട്. എന്ത് തോന്നിയാസം ചെയ്തിട്ടും അതിനെ എതിർത്താൽ ഉടനെ വിക്ടിം ആ ഒരു വാക്കങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും മിണ്ടില്ല. നല്ല അസലൊരു പരിചയ പോലും ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതൊന്നും ഇന്ന് എവിടെയും ചെലവാകുന്നില്ല, എല്ലാം ചീറ്റിപ്പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രാഷ്ട്രീയക്കാരെ തിരിച്ചറിയണം. നിങ്ങൾ ഈ തരത്തിലുള്ള മണ്ടൻ വാദങ്ങൾ വെച്ചിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സംസാരിച്ച് തീരേണ്ട ഒരു ചർച്ചയിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയത് നെഹ്റുവിന്റെ വല്യാപ്പാടെ മടിയിലേക്കാണ്. അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി തന്നെ നിങ്ങൾ ഫോട്ടോ കാണിക്കണൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. സലീം അടവൂരിനോട് കൃത്യമായിട്ടുള്ള എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ വഖഫിന് അങ്ങനെ ഒരു സ്വത്ത് അവകാശമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അധികാരത്തിന്റെ പുറത്താണ് മുൻപത്തെ ജനങ്ങളെ ഈ എന്താണ് അവിടെ കുടിയേറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളതിന് നിങ്ങൾ ഒരു ഉത്തരം പറയും. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. മറുപടി പറയാം. സലീം മടവൂർ യെസ്, സലീം മടവൂർ വളച്ചു കെട്ടാതെ മറുപടി പറയണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആൻസർ പ്ലീസ്. അതായത് വഖഫിന് ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇന്ത്യയിലെ 4,90,021 ഏക്കർ ഭൂമി വഖഫിന് പഴയ കഥയാണ്. പറയട്ടെ ഗസറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ 4,70,50,000 ഏക്കർ ദേവസ്വം ഭൂമിയുണ്ട്. അതേപോലെ നിങ്ങൾ കേട്ടതായിരിക്കും, ഏകദേശം 85,000 ഏക്കർ ആന്ധ്രാപ്രദേശിൽ ദേവസ്വം ഭൂമിയുണ്ട്. ഏകദേശം 4,800 ഏക്കറാണെന്ന് എനിക്ക് തോന്നുന്നു തെലുങ്കാന. അങ്ങനെ ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രം ദേവസ്വം ഭൂമി തന്നെ 5,30,50,000 ഏക്കർ ഉണ്ട്. ഇന്ത്യയിൽ ആകമാനുള്ള 4,90,000 ഏക്കറാണ് ഉണ്ട് എന്ന് പറയുന്നത്. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 6,000 കോടി മൂല്യം വരും എന്നും പറയുന്നു. ഏതായാലും ഇത് അതിനേക്കാൾ പറയട്ടെ ഈ വഖഫ് ഭൂമിയേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റു മതങ്ങളുടെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സ്വത്തുമുണ്ട്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സ്വത്ത് എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ബുദ്ധമതത്തിനുണ്ട്, അതേപോലെ തന്നെ ജൈന മതത്തിനുണ്ട്. ജൈനമതം ശ്രാവണ പേരുകൊണ്ടൊക്കെ അവരുടെ സ്വത്തുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ എല്ലാ
മതങ്ങൾക്കും കൂടിയും കുറഞ്ഞും നന്നായിട്ട് സ്വത്തുണ്ട്. നിങ്ങൾ ഒരു മതത്തിന്റെ സ്വത്ത് മാത്രം ചൂണ്ടിക്കാട്ടരുത്. ഞാൻ തീർക്കട്ടെ, എനിക്കൊരു 2 മിനിറ്റ് നിങ്ങൾ കൈയിട്ട് വാരിയതാണ്. എല്ലാ മതങ്ങൾക്കും ഉണ്ട്, പക്ഷേ ഇത് കൈയിട്ട് വാരിയതാണ്, അടിച്ചു മാറ്റിയതാണ്. അതാണ് ഡിഫറൻസ്. അതാണ് ഡിഫറൻസ്. ഞാൻ ഒരു മിനിറ്റ്, നിങ്ങൾ എന്നോട് വഖഫ് ബോർഡിന്റെ ചോദ്യം, ഞാൻ വഖഫ് ബോർഡിന്റെ പ്രതിനിധിയായിട്ടല്ല ഇവിടെ വന്നത്. ഞാൻ ഇതിന്റെ ഞാൻ എല്ലാ മതങ്ങളുടെയും എല്ലാ സംവിധാനത്തിന്റെയും സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും വഖഫ് ബോർഡ് ഇങ്ങനെ കുടിയേറ്റക്കാരനെ വിളിച്ചത് ശരിയോ തെറ്റോ? സലിം മടവൂര് കുടിയേറ്റക്കാരെന്ന് വിളിച്ചത് ശരിയോ തെറ്റോ? തകർത്ത ഒറ്റ രാത്രി കൊണ്ട് ചരിത്രം കുടിയേറ്റക്കാരെന്ന് വിളിച്ചത് ശരിയോ തെറ്റോ? സലിം മടവൂർ അതെങ്കിലും ഒന്ന് പറയൂ. എന്താണ് പറയാനുള്ളത്? അതെ, എന്റെ സംസാരത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെ തുടങ്ങി അങ്ങനെ അല്ലല്ല, ഒറ്റ കാര്യം, കുടിയേറ്റക്കാരെന്ന് പറഞ്ഞത് ശരിയോ തെറ്റോ? അതെങ്കിലും ഒന്ന് പറയൂ. പറയട്ടെ, ഞാൻ പറയാലോ. ഇന്ത്യയിൽ 1947 കുടിയേറ്റക്കാർ നിങ്ങൾ ക്ഷേത്രത്തിന് പള്ളിയുടെ കാര്യങ്ങൾ പറയും. അതൊക്കെ 1947 ആഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയിക്കൊണ്ട് ഇന്ത്യയിൽ നിയമം പാസ്സാക്കിയിരിക്കുന്നു. ഞാൻ ആ നിയമത്തിൽ വിശ്വസിക്കുന്നു. അതിനു മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോയാൽ പല ബുദ്ധക്ഷേത്രങ്ങളും തകർത്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രം പല സമയത്ത് തകർക്കപ്പെട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. തകർക്കപ്പെട്ട് അവിടെ പള്ളി വന്നിട്ടുണ്ട്. പല സ്ഥലത്ത് പള്ളി തകർത്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇതൊക്കെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹരിയാനയിൽ പോയാൽ ഹിസാറിലുള്ള പള്ളി മാറി ഇന്ന് ക്ഷേത്രമാണ്. 6 പള്ളികളിൽ നിന്ന് വിഭജനത്തിന് ശേഷം മാറ്റി ക്ഷേത്രമാക്കി മാറ്റിയിട്ടുണ്ട്. സിഖ് ഗുരുദ്വാരയാക്കി മാറ്റിയ എത്രയോ പള്ളി. പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ നിങ്ങളെ ചോദിച്ചൊക്കെ പറയൂ. നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം പറയും. ഓരോന്നോരോന്ന് എനിക്ക് പറയണം. അപ്പൊ ഇന്ത്യയിൽ എല്ലാ മത കേന്ദ്രങ്ങളും പരസ്പരം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഇന്ത്യയിൽ 1947 ആഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചതാണ്. അതുകൊണ്ട് പിന്നെ വഖഫ് ഭൂമിയിൽ ഒറിജിനൽ വഖഫ് ഭൂമിയിലേക്ക് ഒരാൾ കയ്യേറിയാൽ, അല്ലെങ്കിൽ ഒറിജിനൽ ദേവസ്വം ഭൂമിയിലേക്ക് ഒരാൾ കയ്യേറിയാൽ, ഒറിജിനൽ ചർച്ചിന്റെ ഭൂമിയിലേക്ക് ഒരാൾ അയാളെ കുടിയേറ്റക്കാരെന്ന് വിളിക്കേണ്ടി വരും. ഇവിടെ മുനമ്പത്ത് ഞാൻ പലതവണ പറഞ്ഞു, വഖഫ് ബോർഡ് ഒരു ഘട്ടത്തിലും മുനമ്പോ ആയിട്ട് ഇതേവരെ വഖഫ് ബോർഡ് നേരിട്ട് ക്ലെയിം ചെയ്യുകയോ നോട്ടീസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ നോട്ടീസ് കൊടുക്കില്ലല്ലോ. പറയട്ടെ പിന്നെ നിങ്ങൾ പറഞ്ഞോളൂ. വഖഫ് ബോർഡ് നോട്ടീസ് നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കരമടയ്ക്കാനുള്ള അങ്ങനെയാണല്ലോ. ശരി, ഞാനത് പറഞ്ഞോട്ടെ, പൂർത്തിയാക്കുന്നത്. ഈ വഖഫ് ബോർഡ് അല്ല അത് ഇനീഷ്യേറ്റ് ചെയ്തത്. നിസാർ കമ്മീഷൻ വന്നു. അത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ തന്നെ സംസാരിക്കും. പിന്നെ സംസാരം വേണ്ട. ഇവിടെ നിസാർ കമ്മീഷൻ അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിന്റെ ബന്ധു അടക്കമുള്ള ആളുകൾ പോകുന്നു. ഹൈക്കോടതി ഇതിൽ ഇടപെട്ടതോടുകൂടിയാണ് ഇവിടുത്തെ വഖഫ് ബോർഡ്, അതേപോലെ തന്നെ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിച്ചു. അങ്ങനെ ഈ വിഷയം കുറച്ചുകൂടെ, അതായത് ഹൈക്കോടതി കൂടെ ഇടപെട്ടതോടുകൂടി, കരമടയ്ക്കുന്നത് ഹൈക്കോടതി തടഞ്ഞതോടുകൂടിയാണ് ഇതിൽ പ്രശ്നം വരുന്നത്. വഖഫ് ബോർഡ് അല്ല ഇതിൽ ഇനിഷ്യേറ്റ് ചെയ്തത്, മറ്റു സംവിധാനങ്ങൾ മാത്രം. അല്ലാതെ വഖഫ് ബോർഡ് 4 ആള് ഇരുന്നു കൊണ്ട് 4 മുസ്ലിങ്ങൾ ഇരുന്നു കൊണ്ട് ആളുകൾ ഇറക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് വഖഫ് ബോർഡിനോട് പറഞ്ഞിരിക്കുന്നു, ഒരു നോട്ടീസ്, നിങ്ങൾ അനുനയം പറഞ്ഞല്ലോ, വഖഫ് ബോർഡിനോട് പറഞ്ഞ് മേലിൽ ഒരു നോട്ടീസും എങ്ങോട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഹൈക്കോടതിയുടെ കാര്യം പറയൂ. അല്ല സലിം മടവൂർ, ഈ വിഷയത്തിൽ മുനമ്പം ജനതയോടൊപ്പമാണ് സർക്കാരെങ്കിൽ ഇങ്ങനെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് നീട്ടിക്കൊണ്ടുപോവാണോ വേണ്ടത്? ഇപ്പോ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ തന്നെ പറഞ്ഞു 3 മാസം കൊണ്ടൊന്നും പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന്. പറയട്ടെ ഹൈക്കോടതിയിലുള്ള കേസ് തീർക്കണം. അത് റിവ്യൂ കൊടുത്തുകൊണ്ട് പരിപൂർണമായിട്ട് നാളെ മുനമ്പത്തെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരു ലീഗൽ പ്രശ്നമില്ലാതെ സ്വതന്ത്രമായി അവരുടെ അടുത്ത തലമുറ ലോകാവസാനം വരെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലെ എല്ലാ കാലത്തും കുഴപ്പം, അനിൽ നമ്പ്യാരും ജനം ടിവിയും അവിടെ എല്ലാ കാലവും സ്റ്റുഡിയോ വെച്ചിരുന്നോളൂ. നിങ്ങൾക്ക് എല്ലാ കാലവും പ്രശ്നം തീർക്കാതെ വീട്ടിക്കൊണ്ടുപോകലാണ് നിങ്ങളുടെ ആവശ്യം. അത് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പരിഹരിക്കും. താങ്കളോട് ഞാൻ ആവശ്യപ്പെട്ടതാണ്, താങ്കൾ അങ്ങോട്ട് വാന്നു മുനമ്പത്തോട്ട്. 2 കാര്യങ്ങൾ
ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ല കേട്ടോ. രണ്ട് പ്രശ്നം കൂടെ. മുനമ്പത്തുകാരെ അല്ല, രണ്ട് കുടിയേറ്റക്കാർ പ്രശ്നം എന്ന് വിളിച്ചത് ശരിയോ തെറ്റോ? രണ്ട് പ്രശ്നം കൂടെ. മുനമ്പത്തുകാർ ആരും കുടിയേറ്റക്കാരെന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ട്. നിയമസഭയിലാണ് അത് ഉന്നയിച്ചത്. അതെ, ഞാൻ അതെ, പറയട്ടെ. അതെ. നിയമസഭയിലാണ് അത് ഉന്നയിച്ചത്. APA അത് ശരിയോ തെറ്റോ എന്ന് പറയും. പറയട്ടെ. അബ്ദുറഹ്മാന്റെ ഞാൻ പറയട്ടെ. മറുപടി. അല്ല, ഞാൻ പറയട്ടെ. അത് ശരിയോ തെറ്റോ എന്ന് പറയും. അല്ല, ഞാൻ പറയട്ടെ. അതിന്റെ ഓരോന്നോരോന്ന് ചോദിച്ചത് ഞാൻ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. ഇവിടെ സംവരണത്തിനെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് എങ്ങനെ സംവരണം എന്ന് ചോദിച്ചു. ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്ന വായിച്ചു നോക്കണം. ശ്രീ രാജശേഖരൻ അത് വായിച്ചു നോക്കണം. അപ്പൊ എത്ര ശതമാനം മുസ്ലിങ്ങൾ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ബാക്ക്വേർഡ്നെസ് മാറിയ മുസ്ലിം സംവരണം വേണ്ട എന്ന് പറയുമോ ശ്രീ സലിം മടവൂർ? അതിനാണ് ഞങ്ങൾ പറഞ്ഞത് ജാതി സെൻസസ് നടപ്പിലാക്കിയിട്ട് എല്ലാ സമുദായങ്ങളുടെയും പഠിച്ചു. മതങ്ങളുടെ പഠിക്കാമല്ലോ. അതെ, മതം എല്ലാം പഠിക്കാമല്ലോ. എല്ലാ സംവിധാനത്തിനും ജാതി സെൻസസ് ഇവിടെ ഉണ്ടല്ലോ. അല്ല, അതോടൊപ്പം ജാതി സെൻസസ് കൂടെ എടുത്തു. പറയട്ടെ, ഞാൻ പറയട്ടെ ജാതി സെൻസസ് എടുത്താൽ അതോടൊപ്പം, അതായത് എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള സംവരണത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ വിഭാഗവും അനുഭവിക്കുന്ന സംവരണവും അവരുടെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയും രാജ്യത്ത് പരിശോധിക്കപ്പെടട്ടെ. ആരുടെ കയ്യിലാണ് ജോലി എന്ന് പരിശോധിക്കട്ടെ. ആരുടെ കയ്യിലാണ് അധികാരമുള്ളത് അത് പരിശോധിക്കട്ടെ. രണ്ട്, നിങ്ങൾ കൊടുത്ത സംവരണം ഉണ്ടല്ലോ മുന്നോക്കക്കാർക്ക്, അതെന്താണ്? ഒരു വർഷം 8 ലക്ഷം വരുമാനമുള്ള, ഒരു ദിവസം 2222 രൂപ വരുമാനമുള്ള സമ്പന്നർക്കാണ് കൊടുത്തത്. ഞങ്ങൾ പറയുന്നത് അത് പാവപ്പെട്ട ഒരു പശുവിനൊക്കെ വളർത്തി ജീവിക്കുന്ന മുന്നോക്ക വിഭാഗത്തിലെ ദരിദ്രന് കൊടുക്കണം. നിങ്ങൾ ഇപ്പോഴും കൊടുക്കുന്ന ആർക്കാണ്? മാസത്തിൽ 66,000 രൂപ വരുമാനമുള്ള ആളുകൾക്കാണ് മുന്നോക്കത്തിലെ സംവരണം കൊടുക്കുന്നത്. അത് തെറ്റാണെന്ന് ഞങ്ങൾ എന്നും പറയും. പാവപ്പെട്ടവർ കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, 2047 മുസ്ലിം രാജ്യമാവും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ നേരത്തെയുള്ള മുസ്ലിം ജനസംഖ്യയെ കണക്കാക്കിക്കൊണ്ട് രാജ്യത്ത് ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുകയാണ്. ഇപ്പൊ എല്ലാ മുസ്ലിം കുടുംബത്തിലും ഒരു മതത്തിന്റെയും ഒരു മുസ്ലിം രാജ്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യം നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഇന്ത്യയിൽ പറയട്ടെ, ഇന്ത്യയിൽ ഒരു മതത്തിന്, ഒരു ഇസ്ലാം മതമോ അല്ലെ ഒരു ക്രിസ്ത്യൻ മതമോ ഒന്നും വളരെ ആ രൂപത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ജനസംഖ്യാ വിസ്ഫോടനം നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ഇപ്പോഴത്തുള്ള സാഹചര്യം എന്ന് പറയുന്നത് പഴയതുപോലെയല്ല. ജനസംഖ്യ നിയന്ത്രിതമാണ്. കള്ളത്തരം പ്രചരിപ്പിക്കും. അതിന്റെ മുഴുവൻ ഡേറ്റയും അങ്ങേക്ക് തരാം. അല്ല, നിങ്ങൾ 1970 അല്ല ഭൂമി സ്വന്തമാക്കാൻ വഖഫിലേക്ക് വാ സലിം മടവൂർ. നമുക്ക് സമയമില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കാം. നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയിട്ട് വൈപ്പ് 1970-ലെയോ 80-ലെയോ ജനനനിരക്ക് കണക്കാക്കിയാണ് നിങ്ങൾ ഇപ്പോഴും ഇത്തരം പ്രചരണം നടത്തിയ ആളുകളെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വാദം ജനസംഖ്യ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ കാര്യം അറിയാതെ പറയുന്നത്. അല്ല, പറയട്ടെ ശ്രീ രാജശേഖരൻ, നിങ്ങൾ ഈ വഖഫ് ബോർഡിന്റെ സ്വത്ത് നിങ്ങൾ എണ്ണി പറയുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും കണക്ക് പുറത്തു വിടുന്നേ. എല്ലാ മതം പുറത്തു വിടും. എന്നിട്ട് അതിന് മൊത്തമായിട്ടാണ് നിങ്ങൾ നിയമം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി എല്ലാ മതത്തിന്റെ കണക്ക് പുറത്തു വിട്ടാലും ഒരു മതം ഇവിടെ വന്നിട്ട് പാർലമെന്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന് പറയുന്നത് പോലെ ഒരാൾ ഇവിടെ വന്ന് പറയാൻ പോകുന്നില്ല. സലീം മടവൂർ അല്ലാത്ത താരതമ്യമാണ് നടത്തുന്നത്. കടന്നു കഴിയാണ്. പറയട്ടെ, ഇവിടെ വഖഫ് ഭൂമിയും ചർച്ചിന്റെ ഭൂമിയും ദേവസ്വം ഭൂമിയും എല്ലാം മൊത്തമായിട്ട് എങ്ങനെ നിയന്ത്രിക്കണം? ആ ഭൂമിയുടെ ആരാണ് അതിന്റെ കസ്റ്റോഡിയൻ? ആ ഭൂമി കൈകാര്യം കൈവശമുള്ള ഭൂമി ഒരു മതത്തിന്റെ പറഞ്ഞു 9.4 ലക്ഷം ഏക്കർ കൃത്യമാണ് എന്ന് പരസ്യമാണത്. 8.4 ലക്ഷം പ്രോപ്പർട്ടികളിലായി 9.4 ലക്ഷം ഏക്കർ ഭൂമി 1.2 ലക്ഷം കോടി രൂപ സാമാന്യ നിരക്കിന് വില മതിക്കുന്ന ഭൂമി ഇന്ന് വഖഫിന്റെ കയ്യില. വഖഫ് അത് വ്യക്തമായി പറഞ്ഞല്ലോ. മുനമ്പത്തെ വഖഭൂമി അല്ലായെങ്കിൽ അത് വഖഫോട് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അവകാശമില്ലാത്തതാണ്. മുനമ്പത്തുകാര് സമരം അവസാനിപ്പിക്കണം. അതായത് വഖഫിന് യാതൊരു അവകാശവും ഇല്ലാത്ത ഭൂമിയാണ്, ഞങ്ങളിതാ വിട്ടൊഴിയുന്നു എന്ന് വഖഫ് ബോർഡ് വ്യക്തമാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് കോടതിയിൽ അവർ പറയാമല്ലോ. കോടതി ആ കേസിൽ ഇംപ്ലീറ്റഡ് ആയിക്കൊണ്ട് വഖഫിന് പറയാം ഇത് ഞങ്ങളുടെ ഭൂമി അല്ല. എന്താ ശ്രീ സലിം മടവൂർ അത് പറയാത്തത്? നിങ്ങൾ പറയട്ടെ
പറയട്ടെ, വഖഫായിട്ട് ഇന്ത്യ രാജ്യത്ത് ഗസറ്റിൽ വന്നിരിക്കുന്ന ഭൂമി, അതായത് വഖഫായിട്ട് 4,90,000 ഏക്കറാണ്. അതിന് സാമാന്യ ഭൂമി വിലയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് 6,000 കോടി. ഈ ഭൂമി പറയട്ടെ, ഈ ഭൂമി എന്ന് പറയുന്നത് പുതിയ ഭൂമിയൊന്നും വഖഫായിട്ട് വന്നിട്ടില്ല. ഈ ഭൂമി എന്ന് പറയുന്നത് പള്ളി നിൽക്കുന്ന സ്ഥലങ്ങള്, പറയട്ടെ, ശ്മശാനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങള്, മറവ് ചെയ്യുന്ന സ്ഥലങ്ങള്, മദ്രസകളുള്ള സ്ഥലങ്ങള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നിങ്ങൾ പറയുന്നത് പോലെ കച്ചവട സ്ഥാപനങ്ങളൊന്നും അല്ല. ഒന്നും വിൽക്കാനോ വാങ്ങാനോ ഒന്നും സാധിക്കാത്ത ഭൂമിയാണ്. ശ്രീ സലിം മടവൂർ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഷോപ്പ് മുറികളുണ്ട്. വളരെ കുറവ്, വളരെ ഉണ്ട്, വളരെ കുറവാണ്. താരതമ്യേന കുറവാണെന്നാ ഞാൻ പറഞ്ഞത്. താരതമ്യേന കുറവാണെന്നാ പറഞ്ഞത്. ഇരട്ടത്താപ്പ് ശരിയല്ല ശ്രീ സലിം മടവൂർ, വ്യക്തതയോടെ പറയൂ. ഞാൻ ഇരട്ടത്താപ്പ് പറയാ. 90% ഭൂമി, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, 90% ഭൂമിയും ശ്മശാനങ്ങളും പള്ളികൾ നിൽക്കുന്ന സ്ഥലങ്ങള്, മദ്രസകൾ നിൽക്കുന്ന സ്ഥലങ്ങള്, മറ്റ് കോളേജ്, സ്കൂള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൽ ഭൂരിഭാഗം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കെട്ടിടമല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. എസ്റ്റേറ്റ് ഉണ്ട് അപൂർവമായി. എന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. എവിടുന്നാണ്, എന്താണ് ഡാറ്റ? കേന്ദ്ര സർക്കാരിന്റെ, അതായത് JPC മുമ്പാകെ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ ഈ വഖഫ് എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു? അതിനകത്ത് അപാകത എന്താണ്? വിത്ത് റിട്രോസ്പെക്റ്റീവ് പരാമർശം മാത്രമാണോ? നിങ്ങൾക്ക് വേദനിക്കുന്നത് അവിടെ മാത്രമാണോ? അതാണെങ്കിൽ അത് എന്താണ് കുഴപ്പം? എല്ലാ രേഖകളും അടക്കം കൊണ്ടുവന്ന വഖഫ് എന്ന് പറയുമ്പോൾ അത് വിത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലേക്ക് പോയാലുള്ള അപകടം എന്താണ്? ശ്രീ പറയാം, പറയൂ. 2-3 അല്ല, ഞങ്ങൾ 2-3 കാര്യം. ഒരാളുടെ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ ഭൂമി എന്ത് ചെയ്യണം എന്നുള്ളത് അയാളുടെ മൗലികാവകാശമാണ്. ഇവിടെ പറയുന്ന 5 വർഷം മുസ്ലിമായി ജീവിച്ചാൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതര മതസ്ഥർക്ക് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ഒരു തൊണ്ട് ഭൂമി പോലും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതാടിസ്ഥാനത്തിലുള്ള നിയമമാണ്. അതിനെ എതിർക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് പുതിയ നിയമം. ഈ നിയമത്തിനകത്ത് ഈ ഭൂരിഭാഗം മുസ്ലിങ്ങളല്ലാത്തൊരു വഖഫ് ബോർഡ് വരാൻ രൂപത്തിലാണ് ഈ നിയമം ഉണ്ടാക്കി. അത് ഒരു മതത്തിനെ ഭൂരിപക്ഷ മതത്തിനെ കൊണ്ട്, അല്ലെങ്കിൽ ബിജെപിയെ കൊണ്ട് അല്ല പറയട്ടെ ശ്രീ രാജശേഖരൻ, നിങ്ങൾ നിയമം വായിക്കാത്തത് കൊണ്ടാണ്. ആ നിയമത്തിൽ 3 മുസ്ലിം സ്കോളർ, മുസ്ലിം പണ്ഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആളുകൾ പറയുന്നത്, അനുയോജ്യമായ ആളെ കിട്ടുന്നില്ലെങ്കിൽ മറ്റു മതക്കാരെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് വായിച്ചു വെക്കണം. മറ്റു മതക്കാരെ ഉൾപ്പെടുത്താമെന്ന് പറയുന്നു. MP-മാരും MLA-മാരും, മുസ്ലിം MLA-മാരും MP-മാരും നേരത്തെ ഉള്ള നിയമത്തിൽ ഇപ്പൊ ഏത് മതം എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇല്ലാത്ത ഒരു ബോർഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും ഇതുപോലെ മതേതര ബോർഡ് വരണ്ടേ? അപ്പൊ ഒരു മതത്തിലെ, ഞാനൊരു മതത്തിന്റെ വക്താവായിട്ട് എന്നെ കാണരുത്. ഞാൻ നിങ്ങളുടെ തെറ്റിനെ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആരും അത് ചിത്രീകരിക്കുകയും പാടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ശരി, അങ്ങനെ ചെയ്യാൻ പാടില്ല. യഥാർത്ഥ ഒരു വർഗീയ മുസ്ലിമിന്റെ മുഖം അങ്ങയിൽ കാണുന്നുണ്ട് ശ്രീ സലിം മടവൂർ. അങ്ങനെ പറയില്ല. നിങ്ങൾ ഒരാളെ അത് അതൊരു കാര്യമാണ്. നിങ്ങൾക്ക് സംഗീതാപ്പ് അടിക്കണമെങ്കിൽ തിരിച്ചു കിട്ടുമ്പോഴും വാങ്ങിക്കണം. അത് ഇരട്ടത്താപ്പ് അതിൽ പാടില്ല. നിങ്ങൾ സംഗീതാപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമ്പോഴും വാങ്ങിച്ചു വെക്കാം. അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ ചോദിച്ച ചോദ്യമാണ് ബോധ്യമാകുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരു മിനിറ്റ് രാജശേഖരൻ അദ്ദേഹം ഒരു വിശ്വാസിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കുറെയൊക്കെ തൊട്ടിട്ടുണ്ട്. മണ്ഡലകാലത്തെങ്കിലും കുറച്ച് മനസ്സ് നന്നായി ഈ മുസ്ലിം വിദ്വേഷം അദ്ദേഹം അവസാനിപ്പിക്കണം. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര എന്ന് വിളിച്ച് ശാസ്താവിനെ വിളിച്ച് നമുക്ക് തെറ്റിനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. സത്യമായ കാര്യത്തെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. സത്യമായ കാര്യത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. വെറുപ്പ് മണ്ഡല മഹോത്സവ കാലത്ത് സത്യം പറയാൻ പാടില്ലെന്നാണോ അനൂപേ? മണ്ഡല മഹോത്സവ കാലത്ത് സത്യം പറയാൻ പാടില്ലെന്നാണോ? അവധി കൊടുക്കണമെന്നാണോ? മണ്ഡലകാലത്ത് സത്യം പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂ. ഒറ്റ ചോദ്യം അനൂപിനോട് ചോദിക്കുന്നു. അനൂപെ, കോൺഗ്രസ് മാത്രമാണല്ലോ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അത് മുഴുവൻ മുസ്ലിം സമൂഹത്തെ മാത്രം പരിരക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളോട് ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കാൻ പറ്റുമോ?
സർവധർമ്മ സമഭാവന എന്ന് പറയുമ്പോ മുസ്ലിമിനെ മാത്രം ന്യൂനപക്ഷങ്ങളോട് മാത്രം സ്നേഹം കാണിച്ചാൽ പോരാ അനൂപേ. പാർട്ടിയാണേ ഞങ്ങള്. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമല്ലേ? അതെ അതെ അതെ. അല്ല, അല്ല, ക്രിസ്ത്യാനികൾ മുനമ്പത്തുകാരോട് ആ സ്നേഹം ഇല്ലല്ലോ. മുനമ്പത്തെ ക്രിസ്ത്യാനികളോട് എന്താ സ്നേഹം ഇല്ലാത്തത്? ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ തെറ്റാണ്. അവിടെ ക്രിസ്ത്യാനികളെ നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല, മതമില്ലാതെ ഇപ്പൊ നമ്മളെ പോലുള്ള എക്സ് മുസ്ലിങ്ങളെ നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞ നിലപാടുള്ള ക്രിസ്ത്യാനികളെ നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളെ ചേരിതിരിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ അങ്ങനെ പോവല്ലേ? അനൂപേ ന്യൂനപക്ഷ സ്നേഹം മുനമ്പത്തുകാരോട് ആവാൻ കേട്ടോ. അവിടെ കുറെ പാവപ്പെട്ട മുസ്ലിം പ്രീണനം തന്നെയാണ് സ്ത്രീ അനൂപ്. പ്രവൃത്തികൾ പരിശോധിച്ചാൽ ഇസ്ലാമിക പ്രീണനം സ്റ്റേറ്റ്മെന്റ് വെച്ചോട്ടെ. ഒരു കാര്യം, പച്ചയായ വർഗീയതയാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പച്ചയായ ഒരു നിമിഷം ആരിഫ് ഹുസൈൻ പെട്ടെന്ന് പറയാം, സമയമായി അതിക്രമിച്ചിരിക്കുന്നു. ഇതിൽ ഇത്രേ പറയാനുള്ളൂ. ഇത് ഭരണഘടന വിരുദ്ധമാണോ? ഭരണഘടന വിരുദ്ധമാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട്? തുടക്കത്തിൽ പറഞ്ഞ പല കാരണങ്ങൾ, അമിതാധികാരങ്ങൾ, അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ, ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ഇനി ഇതിൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വീണ്ടും പറയുന്നു, ഇതിനകത്ത് ഈ ന്യൂനപക്ഷ പ്രീണനം എന്നും പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം അല്ല അവിടെ നടത്തിയിട്ടുള്ളത്, ഇസ്ലാം മത പ്രീണനം തന്നെയാണ്. അത് ഒരു സോഫ്റ്റ് ബിഗോട്ടറി തന്നെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കോൺഗ്രസ് ആണ് ഇത്രയും നാൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ സലീം അടൂരിനെ പോലെയുള്ള ആളുകൾ പോലും ഇവിടെ ഇരുന്നിട്ട് പറയുന്നത്, അവിടെ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്നത്? ഈ നിയമത്തിൽ പറയുന്ന പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യം പോലും പുള്ളിക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരുടെ മുനമ്പത്തുകാരെ അവിടെ കുടിയേറ്റക്കാരെന്ന് വിളിച്ചതെന്ന് പറയാൻ, അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് തടി തപ്പുന്നത്. അനുവദിക്കാൻ പാടില്ല. വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ എന്തായാലും നിയമ ഭേദഗതി ബിൽ പാസ്സാവുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.